ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷദാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ.
ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. എല്ലാവർക്കും മണ്ഡലകാല ആശംസകൾ. വൃശ്ചിക മാസം 1-ാം തീയതി എല്ലാവർക്കും ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ അയ്യപ്പസ്വാമിയുടെ സ്മരണ കൊണ്ട് എല്ലാവരുടെ ഹൃദയങ്ങളും പവിത്രമാവട്ടെ. തത്വമസി മഹാവാക്യം എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കാനുള്ള യോഗ്യത എല്ലാവർക്കും ഉണ്ടാവട്ടെ അല്ലേ? ഈ കേൾക്കുന്നവർ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ചുറ്റുപാടുള്ള എല്ലാവർക്കും ആ ഒരു അയ്യപ്പ ഭക്തിയിലൂടെ അന്ധകരണ ശുദ്ധിയും തത്വമസി മഹാവാക്യത്തിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടാവട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. നാരായണ. എല്ലാവരും അവരവരുടെ വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും ഒക്കെ പറയേണ്ടത്, ശബരിമലയിൽ വാവർ എന്നൊരു സ്ഥാനമേ ഇല്ല. വാവരെ നമ്മൾ പൂജിക്കേണ്ട കാര്യവും ഇല്ല. അത് ദേവപ്രശ്നത്തിൽ 2-3 ദേവപ്രശ്നങ്ങൾ അടുപ്പിച്ച് ചെയ്തു. അതിലൊക്കെ അങ്ങനൊരു വാവര എന്നുള്ളൊരു സങ്കല്പമേ ഇല്ല. കാരണം നമ്മളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, എത്രയോ അറിവുള്ളവർ പല പ്രാവശ്യം പലയിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കേൾക്കുന്നില്ല ആരും. ഏതൊക്കെയോ പൊട്ടക്കഥകളിലൂടെ കടന്നു കയറിയ ആളാണ് ഈ വാവര്. ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ വാവര് അയ്യപ്പനുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട്. 60-70 വർഷത്തിൻ്റെ ഇപ്പുറം മാത്രമാണ് വാവര് അയ്യപ്പൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. അപ്പം അത് തീവ്രവാദത്തിന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കൗണ്ടർ മാത്രമായിട്ട് ഇപ്പം അത് അധപ്പതിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ വാവർ നടയിലും വാവർ പള്ളി എരുമേലിയിലും ഒക്കെ പോയിട്ട് സമർപ്പിക്കുന്നതായിട്ടുള്ള പൈസ മുഴുവൻ എന്തിനാ പോവുക? ഈ ആൻറ്റി ഹിന്ദു ആക്ടിവിറ്റീസിന്. നാളെ ശബരിമല വരെ വഖഫാണെന്ന് പറയാനും അതിനുവേണ്ടി എന്താ പറയുക, ഏത് കാര്യത്തിനും ധനം വേണം അല്ലേ? ലീഗൽ കാര്യങ്ങൾ നടത്താനാണെങ്കിലും ഗുണ്ടായിസം നടത്താനാണെങ്കിലും എല്ലാറ്റിനും എന്ത് വേണം? ധാരാളം ധനം വേണം. അപ്പം അതിലേക്കുള്ള സംഭാവന നമ്മൾ തന്നെ കൊടുക്കുകയാണ്. നമ്മൾ തന്നെ നമുക്കുള്ള എന്താ പറയുക, ശ്മശാനത്തിലേക്കുള്ള വഴിയൊരുക്കുകയാണ്. നമുക്കുള്ള വിറക് വാങ്ങാനുള്ള പൈസ കൊടുക്കുകയാണ് അവർക്ക്, അല്ലെങ്കിൽ നമുക്കുള്ള കുഴി തോണ്ടാൻ കൊടുക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എരുമേലി വാവർ പള്ളിയിലല്ല പോകേണ്ടത്. എരുമേലി അയ്യപ്പ സന്നിധിയുണ്ട്. അവിടെ അയ്യപ്പ സന്നിധിയിൽ മാത്രം പോയിട്ട് അവിടെയാണ് പേട്ട തുള്ളേണ്ടത്. അല്ലാതെ വാവരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല. അവിടെ വഴിപാടുകളൊന്നും കൊടുക്കാനും പാടില്ല. അതുപോലെ ശബരിമലയിലും ബാവരുടെ സന്നിധി എന്നുള്ളത് അത് ഫേക്കാണ്. അതിപ്പോൾ ദേവപ്രശ്നങ്ങളിലൂടെയും മറ്റുമൊക്കെ വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. എത്രയോ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചിദാനന്ദപുരി സ്വാമിജിയൊക്കെ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, അനുസരിക്കാൻ? അപ്പം എന്തായാലും ഇപ്പോൾ അതൊരു വളരെ തീവ്രമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരെയും ബോധവൽക്കരിക്കുക.
കാരണം അയ്യപ്പൻ്റെ കാലം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം മതം തന്നെ ഉണ്ടാവുന്നത്. ഇസ്ലാം മതം ഉണ്ടായത് പിന്നീടാണ്. അപ്പം എങ്ങനെ വാവരുണ്ടാവുക? അതുകൊണ്ട് അയ്യപ്പനും ബാബരുമായിട്ട് പുലബന്ധം പോലും ഇല്ല, ഒരു കൂട്ടുകെട്ടും ഇല്ല, ഒരു പാർട്ട്ണർഷിപ്പും ഇല്ല. പൊട്ടക്കഥകളാണെന്ന് മനസ്സിലാക്കി അല്ലേ, നാടൻ പാട്ടുകളിലൂടെയും അയ്യപ്പൻ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചില പാട്ടുകളിലൂടെയൊക്കെയാണ് ഈ കഥകൾ കയറിക്കൂടിയത്. അത് ചില നാടകങ്ങൾ അതിന് മുമ്പേ ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് അവരെ നമ്മൾ പിന്നെ എല്ലാവരോടും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ്. നമുക്ക് ബഹുമാനമില്ലായ കൊണ്ടല്ല, ഇവിടെ ഇപ്പോൾ തീവ്രവാദം വർദ്ധിച്ചു വരുന്നതിലേക്കുള്ള എന്താ പറയുക ഇന്ധനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും പരസ്പരം പറഞ്ഞ് ഇതൊരു എല്ലാവരുടെ ചെവിയിലും എത്തിക്കുക, ബോധവൽക്കരിക്കുക. വാവർ നടയിൽ പോകരുത്, ശബരിമലയിലും എരുമേലിയിൽ ബാബർ പള്ളിയിലും പോകരുത്. ഇനി അഥവാ കാഴ്ച കാണാൻ പോയാലും 10 പൈസ അവിടെ നിക്ഷേപിക്കരുത് എന്ന് മനസ്സിലാക്കുക. ശബരിമലയിൽ തന്നെ നിക്ഷേപിക്കുന്നത് ധൂർത്തിനാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന വെള്ളാന എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൂർത്താണ് ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാനാവില്ല, നമ്മുടെ സംസ്കാരം അതായിപ്പോയി. ക്ഷേത്രത്തിൽ ചെന്നാൽ വഴിപാട് ചെയ്യാതെ തിരിച്ചു വരാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ പഠിച്ചത് അതാണ്. അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് സജ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക്, പശുക്കൾക്ക് ഒക്കെ ക്ഷേമത്തിനായിക്കൊണ്ട് ആ ധനത്തെ വിനിയോഗിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും. യാതൊരു സംശയവുമില്ല. നമ്മളതാണ് ഇപ്പോൾ ഭാഗവതത്തിലൊക്കെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പശുക്കൾക്ക് അല്ലേ ഭക്ഷണം കൊടുക്കാനുള്ള വ്യവസ്ഥകൾ ചെയ്യുക, സജ്ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വ്യവസ്ഥകൾ ചെയ്യുക, ആശ്രമങ്ങളിലും മറ്റുമൊക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക. അതുപോലെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ ഉള്ളതായിട്ടുള്ള പാവപ്പെട്ടവരെ സഹായിക്കുക. നരകയാതനകൾ അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ. അവരുടെ കൊള്ളരുതായ്മകളും ആവാം അതിന് കാരണം. അതൊന്നും നമ്മൾ മുഴുവൻ നോക്കേണ്ട കാര്യമില്ല. തൽക്കാലം അവർക്ക് എന്തെങ്കിലും ഒരു ശാന്തി ഉണ്ടാവാനായിട്ട് സഹായിക്കുക അല്ലേ. അവരുടെ കൊള്ളരുതായ്മകൾ കൊണ്ടായിരിക്കാം പലർക്കും കടം പെരുകിയത്. നമ്മളിപ്പോൾ അതിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ ആത്മഹത്യ ചെയ്തു പോവുകയുള്ളൂ, പിന്നെ അവരെ രക്ഷിക്കാൻ അവസരം ഇല്ല. അതുകൊണ്ട് എന്തോ അവർക്ക് കൈപ്പിഴകൾ പറ്റി, അവർ ജീവിതത്തിൽ പാഠം പഠിക്കും എന്ന് വിചാരിക്കുക. ഇനി മേലിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് അവർ മനസ്സിൽ നിശ്ചയം ചെയ്യട്ടെ. നമുക്കറിയുന്നവരാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ചെയ്ത ഇന്ന തെറ്റുകളുടെ ഫലമാണ് നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്നത്, ഇനി മേലിൽ അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്ന് നമുക്ക് പരിചയമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് സഹായിക്കാം. എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കാം, അല്ലാതെ ഞങ്ങളെ കരുതിക്കൊണ്ട് നിങ്ങൾ ഇരിക്കുകയും വേണ്ട. ഞങ്ങൾ പെർമനൻ്റായിട്ട് നിങ്ങളെ താങ്ങാനുള്ളവരല്ല, അത് ആർക്കും ആരെയും താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ഒരു സഹായം പിടിച്ചോളൂ. പക്ഷെ ഇനി മേലിൽ സഹായം അഭ്യർത്ഥിച്ച് വരരുത്. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ വഴികൾ കണ്ടെത്തണം, നിങ്ങളുടെ തെറ്റുകൾ തിരുത്തണം എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അയ്യപ്പസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാവർക്ക് പകരം വാപുരൻ എന്ന ഒരു ഭൂതഗണമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർക്കുക. ആ ഭൂതഗണത്തിൻ്റെ ഭൈരവൻ എന്നൊക്കെ പറയും പോലെ
വീരഭദ്രൻ എന്നൊക്കെ പറയും പോലെ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണമാണ് വാപുരൻ. ആ വാപുരൻ്റെ സാന്നിധ്യത്തെ വാവരാക്കി മാറ്റി എന്തൊക്കെയോ കഥകളുണ്ടാക്കി. അതുപോലെ അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞിട്ട് ചേർത്തല അടുത്ത് ക്രിസ്ത്യാനികളുടെ പള്ളിയുണ്ട്. അതുമായിട്ടും അയ്യപ്പസ്വാമിക്ക് കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. അതും കഥകളാണ്, കെട്ടുകഥകളാണ്, യഥാർത്ഥ കഥയല്ല. അതുകൊണ്ട് അർത്തുങ്കൽ പള്ളിയിലും പോയി വഴിപാടുകൾ ചെയ്യേണ്ട കാര്യം ഇല്ല. ഈ രണ്ട് കാര്യങ്ങൾ ബോധവൽക്കരിക്കുക. ഇതൊന്നും ഹൈന്ദവ ധർമ്മത്തിന് അനുസരിച്ചിട്ടുള്ള ആരാധനാക്രമങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥാനങ്ങളല്ല. ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ആ കാര്യത്തിൽ വിശ്വാസമില്ല. പിന്നെന്തിനാ നമ്മൾ മാത്രം അവരെ നന്നാക്കാൻ വേണ്ടി പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത്? അപ്പം അത് കുറയ്ക്കുക, പോകാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്ന പൈസയെ വിനിയോഗിക്കുക. പരമാവധി സൽക്കർമ്മങ്ങൾക്ക്, അല്ലാതെ നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കട്ടെ. ഹരിയോ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 23-ാം അധ്യായം വിപ്രപത്നി അനുഗ്രഹം എന്ന കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ത്രയോവിംശതിതമോऽധ്യായഃ. ഗോപാ ഊജുഃ രാമ രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടനിബർഹണ ഏഷാ വൈ ബാധതേ ക്ഷുമ്നഃ തച്ചാന്തിം കർത്തുമർഹതഃ. ശ്രീശുക ഉവാച ഇതി വിജ്ഞാപിതോ ഗോപൈഃ ഭഗവാൻ ദേവകീസുതഃ ഭക്തായ വിപ്രഭാര്യായാഃ പ്രസീദൻ ഇദമബ്രവീത്. പ്രയാത ദേവയജനം ബ്രാഹ്മണാ ബ്രഹ്മവാദിനഃ സത്രമാംഗിരസം നാമ ഹ്യാസത്തെ സ്വർഗകാമ്യയാ. തത്ര ഗത്വൗദനം ഗോപാ യാചതാസ്മദ്വിസർജിതാഃ കീർത്തയന്തോ ഭഗവതഃ ആര്യസ്യ മമ ചാഭിധാം. ഇത്യാദിഷ്ടാ ഭഗവതാ ഗത്വാ യാചന്തത്തെ തഥാ കൃതാഞ്ജലിപുടാ വിപ്രാൻ ദണ്ഡവത് പതിതാ ഭുവി. ഹേ ഭൂമിദേവാ ശൃണുത കൃഷ്ണസ്യാദേശകാരിണഃ പ്രാപ്താൻ ജാനീത ഭദ്രം വോ ഗോപാൻ നോ രാമചോദിതാൻ. ഗാശ്ചാരയന്തൗ അവിദൂരഓദനം രാമാച്യുതൗ വോലശതോ ബുഭുക്ഷിതൗ. തയോർദ്വിജാ ഓദനമർത്ഥിനോർയദി ശ്രദ്ധാചവോ യച്ഛത ധർമ്മവിത്തമാഃ. ദീക്ഷായാഃ പശുസംസ്ഥായാഃ സൗത്രാമണ്യാശ്ച സത്തമാഃ. അന്യത്ര ദീക്ഷിതസ്യാപി നാന്നമസ്നൻ ഹി ദുഷ്യതി. ഇതി തേ ഭഗവദ്യാജ്ഞാം ശൃണ്വന്തോപി ന ശുശ്രുവുഃ. ക്ഷുദ്രാശാ ഭൂരി കർമാണോ ബാലിശാ വൃദ്ധമാനിനഃ. ദേശകാലപൃഥഗ്ദ്രവ്യം മന്ത്രതന്ത്രഋത്വിജോഗ്നയഃ. ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയഃ. തം ബ്രഹ്മ പരമം സാക്ഷാത് ഭഗവന്തമധോക്ഷജം. മനുഷ്യദൃഷ്ട്യാ ദുഷ്പ്രജ്ഞാ മർത്യാത്മാനോ നമേനിരേ. നതേ യദോമിതി പ്രോജുഃ നേതി ച പരം തപ. ഗോപാ നിരാശാഃ പ്രത്യേത്യ തദോചു കൃഷ്ണരാമയോഃ. തദുപാകർണ്യ ഭഗവാൻ പ്രഹസ്യ ജഗദീശ്വരഃ. വ്യാജഹാര പുനർഗോപാൻ ദർശയൻ ലൗകികീം ഗതിം. മാം ജ്ഞാപയത പത്നീഭ്യഃ സസംകർഷണമാഗതം. ദാസ്യന്തി കാമമന്നം വഃ സ്നിഗ്ധാ മയ്യുഷിതാ ധിയാ. ഗത്വാ പത്നീശാലായാം ദൃഷ്ട്വാ സീനാ സ്വലംകൃതാഃ. നത്വാ ദ്വിജസതീർഗോപാഃ പ്രസൃതാ ഇദമബ്രുവन्. നമോ വോ വിപ്രപത്നീഭ്യോ നിബോധത വചാംസിനഃ.
ഇതോ വിദൂരേ ചരദാ കൃഷ്ണേ നേഹേഷിതാ വയം ഗാശ്ചാരയൻ സ ഗോപാലൈഃ സ രാമോ ദൂരമാഗതഃ ബുഭുക്ഷിതസ്യ തസ്യാന്നം സാനുഗസ്യ പ്രദീയതാം ശ്രുത്വാച്യുതം ഉപായാതം നിത്യം തദ്ദർശനോത്സുകാഃ തൽകഥാ ക്ഷിപ്തമനസോ ബഭൂവുർജാതസംഭ്രമാഃ ചതുർവിധം ബഹുഗുണമന്നമാദായ ഭാജനൈഃ അഭിസസ്രുഃ പ്രിയം സർവാഃ സമുദ്രമിവ നിന്നഗാഃ നിഷിദ്യമാനാപതിഭിഃ ഭ്രാതൃഭിർബന്ധുഭിः സുതൈഃ ഭഗവത്യുത്തമശ്ലോകേ ദീർഘശ്രുതധൃതാശയാഃ യമുനോപവനെ അശോകനവപല്ലവമണ്ഡിതേ വിചരന്തമൃതം ഗോപൈഃ സാഗ്രജം ദദൃശു സ്ത്രിയം ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹദാതു പ്രവാളനടവേഷമനുവ്രജാംസെ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളകകപോലമുഗാബ്ജഹാസം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രായശ്രുതപ്രിയതമോദയ കർണപൂരൈഃ യസ്മിൻ നിമഗ്നമനസസ്തമദാക്ഷിരന്ധ്രൈഃ അന്തഃ പ്രവേശ്യ സുചിരം പരിരഭ്യതാപം പ്രാജ്ഞം യദാഭിമതയോ വിജഹുർനരേന്ദ്ര താസ്തദാ ത്യക്തസർവാശാഃ പ്രാപ്ത ആത്മദിദൃക്ഷയാ വിജ്ഞായാഖിലദൃഗ്ദ്രഷ്ടാ പ്രാഹ പ്രഹസിതാനനഃ സ്വാഗതം വോ മഹാഭാഗാ ആസ്യതാം കരവാമ കിം യന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപപന്നമിദം ഹി വഃ നന്വദ്ധാ മയി കുർവന്തി കുശലാ സ്വാർത്ഥദർശനാഃ അഹൈതുക്യവ്യവഹിതാം ഭക്തിമാത്മപ്രിയേ യഥാ പ്രാണബുദ്ധിമനസ്വാത്മധാരാപത്യധനാദയഃ യൽ സമ്പർക്കാത് പ്രിയാ ആസൻ തദക്കോന്വപരപ്രിയഃ തദ്യാത ദേവയജനം പതയോ വോ ദ്വിജാദയഃ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിർഗൃഹമേദിനഃ പത്ന്യ ഊചുഃ മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമപദാവസൃഷ്ടം കേശൈർനിവോടുമതിലംഘ്യ സമസ്തബന്ധൂൻ ഗൃഹ്ണന്തിനോ ന പദയഃ പിതരൗ സുതാ വാ ന ഭ്രാതൃബന്ധുസുഹൃദഃ കുത ഏവ ചാന്യേ തസ്മാദ് ഭവത്പ്രപദയോഃ പതിതാത്മനാംനോ നാന്യാ ഭവേദ്ഗതിര അരിന്ദമ തദ്വിദേഹി. ശ്രീഭഗവാനുവാച പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയഃ ലോകാശ്ച വോ മയോപേതാ ദേവാ അപ്യനുമന്വതേ ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ തന്മനോ മയി യുഞ്ജാന അചിരാത് മാം അവാപ്സ്യത. ശ്രീശുക ഉവാച ഇത്യുക്താ ദ്വിജപത്ന്യസ്താ യജ്ഞവാടം പുനർഗതാഃ തേ ജാനസൂയവസ്വാഭിഃ സ്ത്രീഭിः സത്രമപാരയൻ തത്രൈകാ വിധൃതാ ഭർത്രാ ഭഗവന്തം യഥാ ശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം ഭഗവാനപി ഗോവിന്ദസ്തേനൈവാന്യേന ഗോപകാൻ ചതുർവിധേനാശയിത്വാ സ്വയം ച ബുഭുജേ പ്രഭുഃ. ഏവം ലീലാ നരവപുഃ നൃലോകമനുശീലയൻ രേമേ ഗോഗോപഗോപീനാം രമയൻ രൂപവകൃതൈഃ അധാനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ കൃതാഗസഃ യദ്വിശ്വേശ്വരയോർയാജ്ഞാം അഹന്മ നൃവിഡംബയോഃ. ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിമലൗകികീം ആത്മാനം ച തയാ ഹീനം അനുതപ്താ വ്യഗർഹയൻ. ദിഗ്ജന്മനസ്ത്രിവിദ്യാം ദിഗ്വ്രതം ദിഗ്ബഹുജ്ഞതാം ധിക്കുലം ധിക്രിയാദാക്ഷ്യം വിമുഖായേ ത്വധോക്ഷജേ. നൂനം ഭഗവതോ മായാ യോഗിനാമപി മോഹിനി യദ്വയം ഗുരവോ നൃണാം സ്വാർത്ഥേ മുഹ്യാമഹേ ദ്വിജാഃ. അഹോ പശ്യത നാരീണാമപി കൃഷ്ണേ ജഗദ്ഗുരൗ ദുരന്തഭാവം യോ അവിദ്യൻ മൃത്യുപാശാൻ ഗൃഹാഭിദാൻ. നാസാം ദ്വിജാതി സംസ്കാരോ ന നിവാസോ ഗുരൗ അപി
ന തപോ നാത്മമീമാംസാ ന ശൗചം ന ക്രിയാ ശുഭാഃ. അഥാഭിഹ്യുത്തമശ്ലോകേ കൃഷ്ണേ യോഗേശ്വരേശ്വരേ ഭക്തിർദൃഢാ ന ചാസ്മാകം സംസ്കാരാദിമതാം അപി നനു സ്വാർത്ഥവിമൂഢാനാം പ്രമത്താനാം ഗൃഹേ ഹയാം അഹോ ന സ്മാരയാമാസ ഗോപവാക്യൈ സതാംഗതിഃ അന്യഥാ പൂർണ്ണകാമസ്യ കൈവല്യാദ്യാശിഷാം പതേഃ ഈശിതവ്യൈ കിമസ്മാഭിഃ ഈശസ്യൈതദ്വിഡംബനം ഹിത്വാന്യാൻ ഭജതേയം ശ്രീഃ പാദസ്പർശാശയാ സകൃത് ആത്മദോഷാപവർഗേണ തദ്യാജ്ഞാമജ്ജനമോഹിനി ദേശകാലപൃഥഗ്ദ്രവ്യം മന്ത്രതന്ത്രഋത്വിജോഗ്നയഃ ദേവതാ യജമാനശ്ച ക്രതുർധർമ്മശ്ച യന്മയഃ സ ഏഷ ഭഗവാൻ സാക്ഷാത് വിഷ്ണുർയോഗേശ്വരേശ്വരഃ ജാതോ യദുഷു ഇതി അസൃണ്മ ഹ്യപി മൂഢാ ന വിദ്മഹേ അഹോ വയം ധന്യതമാ യേഷാം നസ്താദൃശീ സ്ത്രിയഃ ഭക്ത്യാ യാസാം മതിർജാതാ അസ്മാകം നിശ്ചലാഹരൗ നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ യന്മായാ മോഹിതധിയോ ഭ്രമാമ കർമ്മവത്മസു സവൈന ആദ്യഃ പുരുഷഃ സ്വമായ മോഹിതാത്മനാം അവിജ്ഞാതാനുഭാവാനാം ക്ഷന്തുമർഹത്യതിക്രമം ഇതി സ്വാഘമനുസ്മൃത്യ കൃഷ്ണേ തേ കൃതഹേളനാഃ ദിദൃക്ഷവോപി അച്യുതയോഃ കംസാദ് ഭീതാ ന ചാചലൻ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ യജ്ഞപത്ന്യുദ്ധരണം നാമ ത്രയോവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, മണ്ഡലകാല ആശംസകൾ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. വിപ്രപത്നി അനുഗ്രഹം എന്ന അധ്യായമാണ് കാണുന്നത്. ആദ്യത്തെ 28 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ 2 ക്ലാസ്സുകളായിട്ട് കണ്ടു. ഭഗവാൻ ഗോപന്മാരുമായി ബലരാമനോട് കൂടെ വൃന്ദാവനത്തിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് സഞ്ചരിച്ചതും വിശപ്പ് കൊണ്ട് വലഞ്ഞ ഗോപബാലന്മാർ രാമകൃഷ്ണന്മാരെ സമീപിച്ച് ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളുടെ വിശപ്പിന് ശാന്തി ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്നതും ഭഗവാൻ ആ ഗോപന്മാരോട് പറയുന്നു, ഇവിടെ അടുത്ത് ഒരു യജ്ഞശാലയുണ്ട്, അവിടെ ബ്രാഹ്മണർ യാഗം നടത്തുന്നിടത്ത് ചെന്ന് അന്നം ചോദിക്കുക, എൻ്റെ പേരും ഏട്ടൻ്റെ പേരും ഒക്കെ പറയുക, തീർച്ചയായിട്ടും അവർ അന്നം തരും എന്ന് പറഞ്ഞ് അയച്ചു. കുട്ടികൾ അതുപോലെ ചെന്ന് അവിടെ ചെന്ന് ബ്രാഹ്മണർ യാഗശാലയിൽ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ചെന്ന് കൃഷ്ണരാമന്മാരുടെ വിശപ്പിനെക്കുറിച്ചും ഭക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞതുപോലെ ചെന്ന് പറഞ്ഞു. പക്ഷേ അവർ കേട്ടിട്ടും കേൾക്കാതിരുന്നു. ഇവർ കുറേ നേരം കാത്തു നിന്നിട്ടും അവർ മറുപടിയൊന്നും കൊടുത്തുമില്ല. ഇല്ല എന്നോ ഉണ്ടോ എന്നോ പറഞ്ഞില്ല. അങ്ങനെ നിരാശരായി കുട്ടികൾ തിരിച്ചു വന്ന് കൃഷ്ണനോട് ഉണ്ടായ സംഭവം പറഞ്ഞു. ഇത് കേട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഈ ഗോപബാലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലേണ്ടത് ആ പത്നീശാലയിലേക്കാണ്, അല്ലാതെ യാഗശാലയിലേക്കല്ല പോകേണ്ടത്. അവിടെ ചെന്ന് ആ അമ്മമാരോട് ചെന്ന് പറയുക, ഇങ്ങനെ ബലരാമനോടുകൂടി ഞാനും വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും
എന്നിൽ തന്നെ വസിക്കുന്ന ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള എന്നിൽ സ്നേഹമുള്ളവരായ അവർ വഹ കാമം അന്നം ദാസ്യന്തി, നിങ്ങൾക്ക് യഥേഷ്ടം അന്നത്തെ നൽകും, യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഭഗവാൻ അവർ നിങ്ങൾക്ക് അന്നം നൽകും എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ വാസ്തവത്തിൽ ആ യജ്ഞപത്നിമാർ അതിലും കടത്തി വെട്ടിക്കഴിഞ്ഞു അല്ലേ. അവിടെ വെച്ച് യാഗശാലയിൽ വെച്ച് ഭക്ഷണം കൊടുത്തു വിടുകയല്ല ചെയ്തത്, അവർ തന്നെ സ്വയം ആ ഭക്ഷണപാത്രങ്ങളുമായിട്ട് ചുമന്നുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് പ്രകാരം കുട്ടികൾ ചെന്ന് ആ വിപ്രപത്നിമാരെ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് വന്ന കാര്യം പറഞ്ഞു. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കൂ, നിങ്ങൾക്ക് നമസ്കാരം, നിങ്ങൾക്ക് ഭദ്രം ഭവിക്കട്ടെ. ഇവിടുന്ന് അധികം ദൂരത്തല്ലാതെ രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട്. ആ കൃഷ്ണനാൽ ഇഹ ഈഷിതാവയം, ഞങ്ങള് കൃഷ്ണനാൽ പറഞ്ഞയക്കപ്പെട്ടവരാണ്. അവര് രാമകൃഷ്ണന്മാർ ഗോപാലന്മാരോടുകൂടി പശുക്കളെ മേച്ച് കുറച്ച് ദൂരത്തേക്ക് വന്നു. ഇപ്പോൾ വിശക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുഗന്മാർക്കും അന്നം പ്രതീയത, അന്നത്തെ നൽകിയാലും എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഗോപന്മാര് അമ്മമാരോട് പറഞ്ഞു. ഇവരോ ആ അച്യുതൻ അടുത്തു വന്നിട്ടുണ്ട് എന്ന് കേട്ട മാത്രയിൽ എന്നും ഭഗവാനെ കാണാൻ കൊതിക്കുന്നവർ, നിത്യം തദ്ദർശനോത്സുകാഹ തൽകഥാക്ഷിപ്ത മനസഹ, ഭഗവാന്റെ കഥ കൊണ്ട് വലിച്ച് അടുപ്പിക്കപ്പെട്ട ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ടുള്ളവർ ജാതസംഭ്രമാഹ ബഭൂവു, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത രീതിയിൽ ഒരു സംഭ്രമം, പരിഭ്രമം അവർക്കുണ്ടായി. അങ്ങനെ അവിടെ കിട്ടിയതായിട്ടുള്ള 4 പ്രകാരത്തിലുള്ളതായിട്ടുള്ള അന്നങ്ങളെ, അഥവാ ഖാദ്യം, ശോഷ്യം, ലേഹ്യം, പേയം, ഇങ്ങനെ 4 വിധത്തിലുള്ള വിവിധങ്ങളായ അന്നങ്ങളെ, പല പദാർത്ഥങ്ങളെയും ഓരോ സ്ത്രീകളും പാത്രങ്ങളോടുകൂടി എടുത്ത് ചുമന്നുകൊണ്ട് ആ പ്രിയനായ ഭഗവാന്റെ അടുത്തേക്ക് അഭിസരിച്ചു, അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എങ്ങനെയാണോ നദികൾ സമുദ്രത്തിലേക്ക് പായുന്നത് അതുപോലെ, നിമ്നഗാഹ സമുദ്രം ഇവ, നിമ്നകങ്ങൾ സമുദ്രത്തിലേക്ക് പായും പോലെ ആ വിപ്രപത്നിമാർ ഒരു പ്രവാഹ രൂപത്തില് കുതിച്ചൊഴുകുകയാണ്. അവർ വരുമ്പോൾ അവരെ പലരും തടഞ്ഞു. പിതൃഭിഹി ഭ്രാതൃഭിഹി ബന്ധുഭിഹി സുതൈഹി നിഷിദ്യമാനാഹ. എന്നാൽ ഭഗവത്യുത്തമ ശ്ലോകേ ദീർഘശ്രുത ധൃതാശയാഹ, അവരോ ഭഗവാൻ ഉത്തമശ്ലോകനായ ഭഗവാനിൽ എത്രയോ കാലമായി കേട്ട്, ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനിൽ മനസ്സ് ധരിച്ചവരാണ്, ഉറപ്പിച്ചവരാണ്. അപ്പൊ ഭഗവാന്റെ വലിവിനാണ് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത്. പിടിച്ച് പിന്നിലോട്ട് വലിക്കുന്നവർക്ക് ശക്തി പോരായിരുന്നു. അങ്ങനെ അവർ വന്ന് യമുനാതീരത്തിൽ അശോക നവപല്ലവ മണ്ഡിതേ, അശോകം എന്ന വൃക്ഷം തളിരുകൾ പൂത്ത് നിൽക്കുന്നതായിട്ടുള്ള അലങ്കൃതമായ ഉപവനത്തിൽ ഗോപൈഹി വ്രതം സാഗ്രജം വിചരന്തം, ഗോപന്മാരോടുകൂടിയവനും ഏട്ടനോടുകൂടിയവനുമായി വിചരിക്കുന്നവനായ അവരുടെ പ്രാണനാഥനെ, അവരുടെ ഇഷ്ടദേവനെ സ്ത്രീയഹ ദദൃശു, ആ സ്ത്രീകൾ ദർശിച്ചു. ആ ഭഗവാന്റെ ആ മനോഹരമായ രൂപം, ഭഗവാൻ അവർക്ക് വേണ്ടി ദർശനം കൊടുത്ത ഭാവം, അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി അതിമനോഹരമായൊരു രൂപത്തിൽ ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹദാതു പ്രവാള നടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തമിതരേണ ദുനാനമബ്ജം കർണോത്പലാളക കപോല മുഖാബ്ജഹാസം. അപ്പോ ഭഗവാൻ ശ്യാമവർണ്ണത്തോടും സ്വർണ വർണ്ണത്തിലുള്ള മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. ഒരു മേഘം മിന്നലിനെ ധരിച്ചിരിക്കും പോലെയോ എന്ന് തോന്നും. അതുപോലെയുള്ള വനമാല്യം ധരിച്ചിട്ടുണ്ട്. ബർഹം അഥവാ മയിൽപീലികൾ ചൂടിയിട്ടുണ്ട്. ധാതുക്കൾ ദേഹത്തിൽ പൂശിയിട്ടുണ്ട്. പ്രവാളങ്ങൾ കൊണ്ട്, തളിരുകൾ കൊണ്ട് അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. നടവേഷം, ഒരു നടനെ പോലെ വേഷം കെട്ടിക്കൊണ്ട് അനുവ്രതാംസേ വിന്യസ്തഹസ്തം, തന്റെ അനുവ്രതനായ തന്റെ കൂട്ടുകാരനായ ഒരു ഗോപന്റെ അംസേ തോളില്
ഹസ്തം വിന്യസ്തം, കയ്യിനെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ദുനാനം അബ്ജം, അബ്ജം ദുനാനം, ഒരു താമരയെ ഇങ്ങനെ കറക്കിക്കൊണ്ട് വളരെ എന്താ പറയുക മനോഹരമായിട്ടുള്ളൊരു ഭാവത്തിൽ ഇവരെ അനുഗ്രഹിക്കാനുള്ള മന്ദസ്മിതത്തോടുകൂടെ ഭഗവാൻ നിൽക്കുകയാണ്. കർണോത്പല അളക കപോല മുഖാബ്ജഹാസം, ചെവിയിൽ നീലത്താമരയും നെറ്റിയിലേക്കും മുഖത്തേക്കും മറ്റും കപോലത്തിലേക്ക് അളകങ്ങൾ വീണ് കിടക്കുന്നുണ്ട്, അഥവാ കുറുനിരകൾ വീണ് കിടക്കുന്നു. അങ്ങനെയുള്ള മുഖകമലം കൊണ്ട് മന്ദഹാസത്തോടുകൂടി ഈ വിപ്രപത്നിമാരെ ഭഗവാൻ എതിരേറ്റു. വളരെ മനോഹരമായിട്ടുള്ള ഒരു രൂപത്തിൽ കേൾക്കുന്ന നമുക്കും ഭഗവാന്റെ ആ രൂപം ഒരിക്കലും മറക്കില്ല. വിപ്രപത്നി എന്നുള്ള ശബ്ദം നമുക്ക് കേട്ടുകഴിഞ്ഞാൽ ഉടനെ തോന്നണം ഭഗവാൻ ഈ രൂപത്തിലാണ് വിപ്രപത്നിമാരെ അനുഗ്രഹിച്ചത്. ഇങ്ങനെ കൂട്ടുകാരന്റെ തോളിൽ കൈയിട്ട് ഒരു കൈയിൽ താമരപ്പൂവും കറക്കിക്കൊണ്ട് ഒരു എന്താ പറയുക സൗന്ദര്യധാമമായി നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ. അങ്ങനെ ഇത്രയും കാലം കർണങ്ങളെ കൊണ്ട് ഭഗവാന്റെ കഥകൾ ധാരാളം കേട്ട് ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഇപ്പതാ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ കുടിച്ച് ഉള്ളിലേക്കാക്കിയവര്. ഇതാണ് പ്രായശ്രുതപ്രിയതമോദയ കർണപൂരൈഹി യസ്മിൻ നിമഗ്ന മനസഃ തം അത് അക്ഷിരന്ത്രൈഹി അന്തഃപ്രവേശ്യ. അക്ഷിരന്ത്രങ്ങളെ കൊണ്ട് ഉള്ളിലേക്ക് ഭഗവാനെ പ്രവേശിപ്പിച്ച് സുചിരം പരിരഭ്യ, വളരെ നേരം ഭഗവാനെ ഉള്ളിൽ അവർ ആലിംഗനം ചെയ്തു. സുചിരം പരിരഭ്യ താപം വിജഹു, താപത്തെ ഉപേക്ഷിച്ചു. ഏതുപോലെ യഥാ അഭിമതയ പ്രാജ്ഞം, അഭിമാനങ്ങൾ അഭിമാനവൃത്തികൾ, പ്രാജ്ഞൻ എന്ന സുഷുപ്തി അഭിമാനി ജീവനെ ആലിംഗനം ചെയ്ത് ലയിച്ച് ജീവനിൽ ലയിച്ച് എല്ലാ അഭിമാനവും പോകുമ്പോൾ എങ്ങനെ നമ്മൾ സുഷുപ്തിയിൽ സുഖം അനുഭവിക്കുന്നുവോ നിർവൃതി അനുഭവിക്കുന്നുവോ അതുപോലെ ഈ വിപ്രപത്നിമാരും ഭഗവാനെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്തുകൊണ്ട് അവരുടെ താപത്തെ വെടിഞ്ഞു. അങ്ങനെ തന്നെ കാണാൻ ആത്മദിദൃക്ഷയാ പ്രാപ്താഹ താഹ, ഭഗവാൻ ചിന്തിക്കുകയാണ് എന്നെ കാണാൻ വേണ്ടി വന്നു. തെക്ത സർവാശാഹ, എല്ലാ ആശകളെയും ത്യജിച്ചവരായിട്ട് വന്നവരാണ് എന്ന് വിജ്ഞായ, അവരെ അറിഞ്ഞിട്ട് അഖിലദൃക് ദ്രഷ്ട, എല്ലാവരുടെ ഉള്ളിലും ഇരുന്നുകൊണ്ട് എല്ലാവരുടെ എന്താ പറയുക മനസ്സാക്ഷിയായിരിക്കുന്നവൻ. പ്രഹസിതാനനഃ പ്രാഹ, പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു സ്വാഗതം വോ മഹാഭാഗ ആസ്യതാം കരവാമകിം. അല്ലയോ പുണ്യശാലിനികളെ, നിങ്ങൾ വരുവിൻ, നിങ്ങൾ വന്നത് നന്നായി, ഉത്തമം, സന്തോഷം, ഇരിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്നോ ദിദൃക്ഷയാ പ്രാപ്ത ഉപന്നമിതം ഹിവഃ, എന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ കാണാനായിട്ട് നിങ്ങൾ വന്നുവല്ലോ, അത് ഏറ്റവും ഉത്തമമായി. ഉപപന്നം ഇതം ഉത്തമം, യോഗ്യമായത് തന്നെയാണ് എന്ന് പറഞ്ഞു. പിന്നീട് നന്വദ്ദാമയി കുർവന്തി കുശലാഹ സ്വാർത്ഥദർശനാഹ ഐദുക്യവ്യവഹിതാം ഭക്തിം ആത്മപ്രിയേ യഥ. അപ്പോൾ എന്നിൽ കുശലന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ പരമപുരുഷാർത്ഥത്തെ ദർശിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ എൻ്റെ നേരെ അഹൈതുകിയും അവ്യവഹിതയുമായിട്ടുള്ള ഭക്തിയെ ചെയ്യുന്നു. അവരവർക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്നവനാണ് ഞാൻ, ആത്മപ്രിയനായിരിക്കുന്ന ഞാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് സാധാരണ പ്രാകൃതന്മാരായിട്ടുള്ളവർക്ക് അവരുടെ പ്രാണൻ, ബുദ്ധി, മനസ്സ്, ദേഹം, ഭാര്യമാർ, പുത്രന്മാർ, ധനം മുതലായവയാണ്. എന്നാൽ വാസ്തവത്തിൽ ഏതൊരു ആത്മാവിന്റെ സമ്പർക്കം കൊണ്ടാണ് ഇതെല്ലാം പ്രിയമായി തീരുന്നത്. ആത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നിനെയും ആർക്കും പ്രിയമാകുന്നില്ല. അപ്പൊ ആത്മാവിനോടാണ് എല്ലാവർക്കും ഏറ്റവും പ്രിയമായിരിക്കുന്നത്. ആ ആത്മസ്വരൂപൻ തന്നെയാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് പ്രിയം തോന്നിയതിൽ യാതൊരു അതിശയവും ഇല്ല. ഇതാണ് പറഞ്ഞതിന്റെ സാരം. അതുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടു, എന്നോടുള്ള പ്രേമം നിങ്ങൾ പ്രിയം പ്രകടിപ്പിച്ചു, ഭക്തി പ്രകടിപ്പിച്ചു, സന്തോഷം.
എന്നെ കാണാൻ വന്നു, കണ്ടു, കാണേണ്ട കാര്യം കഴിഞ്ഞു. തദ്യാത ദേവയജനം പതയോവോ ദ്വിജാതയ സ്വസത്രം പാരയിഷ്യന്തി യുഷ്മാഭിഹി ഗൃഹമേദിനഃ. തദ്യാത, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. കാണാൻ വന്നത് കണ്ടുവല്ലോ, നിങ്ങൾ ആ യാഗശാലയിലേക്ക് പോവുക. നിങ്ങളുടെ ബ്രാഹ്മണരായിട്ടുള്ള പതിമാർ അവരുടെ സത്രങ്ങളെ പൂർത്തീകരിക്കട്ടെ. സ്വസത്രം പാരയിഷ്യന്തി, അതിന് നിങ്ങൾ കൂടെ വേണം. യുഷ്മാഭിഹി ഗൃഹമേദിനഃ, കാരണം അവരും ഗൃഹസ്ഥാശ്രമികളാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമികൾക്ക് യജ്ഞപൂർത്തിക്ക് ഭാര്യാ സാമീപ്യം ആവശ്യമാണ്. ഭാര്യാസഹിതന്മാരായിട്ട് വേണം അവരുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനായിക്കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുവിൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഭഗവാൻ വിപ്രപത്നിമാരോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മടങ്ങിപ്പോകാൻ പറയുന്നു എന്ന് ഇപ്പോൾ വിപ്രപത്നിമാരുടെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ കേൾക്കാം. നമുക്കും കേൾക്കുന്നവർക്കും ഒക്കെ അഭിപ്രായം തോന്നുന്നത് എന്തൊരു മര്യാദകേടാണ്. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്ന ഈ വിപ്രപത്നിമാരെ ഭഗവാൻ സ്വീകരിക്കുകയല്ലേ വേണ്ട, അവരെന്തിനാ തിരിച്ചയച്ചത് എന്നൊക്കെ തോന്നാം. അതിനുള്ള മറുപടി ഭഗവാൻ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു തത്വം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിപ്രപത്നിമാർ എന്ന് പറഞ്ഞാൽ അവർ ഭഗവാനെക്കുറിച്ച് നിരന്തരം ശ്രവണം ചെയ്ത് ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് പരിശുദ്ധകളായി നല്ല അന്ധകരണ ശുദ്ധിയുള്ളവരാണ്. ഗോപികമാരെക്കാൾ ഈ അവസ്ഥയിൽ അവർ ഉയർന്നവരാണ്. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പരിഭവം തോന്നും. ഇത് വേദാന്ത തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഇവർക്ക് യാതൊരു ആഗ്രഹങ്ങളില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നിൽ ഒരു ആഗ്രഹവുമില്ല, എന്നിൽ നിന്നൊന്നും പ്രാപിക്കാനായിക്കൊണ്ട് അഹൈതുകി അവ്യവഹിതാം ഭക്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ശരിക്കും ഒരു ജ്ഞാനികളുടെ അവസ്ഥയാണ്, ഭക്തി കൊണ്ട് ജ്ഞാനം നേടുന്ന ജ്ഞാനികളുടെ ആ അവസ്ഥയാണ് ഈ വിപ്രപത്നിമാർക്ക് കൈവന്നിരിക്കുന്നത്. അവർ ഭഗവാനെ വന്ന് കാണുന്നു എന്ന് വെച്ചാൽ ഭഗവത് സാക്ഷാത്കാരം നേടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? മനുഷ്യരായി ജനിച്ച നമ്മളൊക്കെ ഭഗവത് സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ശരീരം ഉപേക്ഷിക്കണോ? വേണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് സമൂഹത്തിന് വേണ്ടി ലോകസംഗ്രഹമായിട്ട് ജീവിക്കുക. ഈ ആത്മജ്ഞാനത്തോടുകൂടി തിരിച്ച് അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണോ നിർവഹിച്ചു കൊണ്ടിരുന്നത് അത് അനുഷ്ഠിച്ചുകൊണ്ട് പ്രാരബ്ധം കഴിയുവോളം ജീവിക്കുക. ഭഗവാൻ പ്രഹ്ലാദന് ഉപദേശിച്ചതുപോലെ പ്രാരബ്ധം ഭുജിച്ചുകൊണ്ട് പുണ്യങ്ങളെ ഉപഭോഗം ചെയ്തുകൊണ്ടും പാപത്തെ കുശലകർമ്മങ്ങളെ കൊണ്ട് സത്കർമ്മങ്ങളെ കൊണ്ട് ലഘൂകരിച്ചുകൊണ്ടും ഭഗവാന്റെ കഥകൾ നിരന്തരം കേട്ട് അതിൽ മുഴുകിക്കൊണ്ടും സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് ജീവിക്കുക. ഇതാണ് മഹാപുരുഷന്മാരൊക്കെ ജീവിച്ചു കാണിച്ചത്. അവരൊക്കെ ആത്മജ്ഞാനം നേടിയതോടുകൂടി പിന്നെ ഞങ്ങൾക്കൊന്നും കർത്തവ്യമേ ഇല്ല, ഞങ്ങളൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യുകയില്ല, ഞങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ ഏതെങ്കിലും ആശ്രമത്തിന്റെ ഉള്ളിൽ സമാധിനിഷ്ഠരായി മാത്രം ഇരിക്കും എന്നല്ല ഭൂരിപക്ഷം ആചാര്യന്മാരും ഭൂരിപക്ഷം മഹാത്മാക്കളും പറഞ്ഞത്. ഇവരെന്താ ചെയ്തത്? ഇപ്പോൾ വ്യാസൻ നോക്കൂ, ശ്രീശുക ബ്രഹ്മർഷി പോലും നോക്കൂ, ശങ്കരാചാര്യരെ നോക്കൂ, നാരായണ ഗുരുദേവനെ നോക്കൂ, രാമകൃഷ്ണ പരമഹംസരെ നോക്കൂ, ഈവൻ രമണ മഹർഷി പോലും തന്റെ അടുത്തേക്ക് വന്ന ആളുകളെ മുഴുവൻ ഉപദേശം കൊടുത്ത് അനുഗ്രഹിച്ചു. രമണ മഹർഷിയാണ് അത്യന്തം അന്തർമുഖനായിരിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, എത്ര പേരെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന്.
എത്ര പേരെ അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. എന്തെല്ലാം നല്ല കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിമിത്തമായി കൊണ്ട് ചെയ്തു. രമണാശ്രമം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് താമസിച്ചുകൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ അദ്ദേഹം നേതൃത്വം കൊടുത്തു. ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുത്തു. ഒരുപാട് പേർക്ക് ഉപദേശം കൊടുത്തു. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രചിക്കപ്പെട്ടു. അദ്ദേഹം രചിച്ച കൃതികൾ ഇന്നും വേദാന്തത്തിലെ ഉത്തമങ്ങളായിട്ടുള്ള പ്രകരണ കൃതികളാണ്. അതൊക്കെ ചെയ്തത് അദ്ദേഹം ആത്മജ്ഞാനത്തിന് ശേഷമാണ്. തപോവനസ്വാമികൾ നോക്കൂ, അദ്ദേഹവും ഈ ഒരു ആത്മജ്ഞാന തലത്തിലെത്തിയ ആളാണ്. അദ്ദേഹവും ലോകസംഗ്രഹത്തിനായി കൊണ്ടുപോയിടത്തൊക്കെ ആരൊക്കെ തൻ്റെ അടുത്തേക്ക് വന്നു അവർക്കൊക്കെ ഉപദേശം കൊടുത്തു. അദ്ദേഹം ഒരു മഹാചിന്മയനെ ഉരുവാക്കി വിട്ടു. 2 വർഷം ചിന്മയാനന്ദസ്വാമി ഇദ്ദേഹത്തിന്റെ വാലുപോലെ പുറകെ നടന്നിരുന്നു. തപോവനസ്വാമികളുടെ പുറകെ തന്നെയായിരുന്നു 2 വർഷം ചിന്മയാനന്ദസ്വാമികൾ. ആ 2 വർഷം കൊണ്ടാണ് അദ്ദേഹം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചെടുത്തത്. തപസ്സും ചെയ്തു, അല്ലേ? തപോവനസ്വാമികളുടെ തപസ് പിന്നാലെ ശിഷ്യനായി കൂടിയ ചിന്മയാനന്ദ സ്വാമിയെയും പവിത്രീകരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചിന്മയനിലൂടെ ലോകസംഗ്രഹം ചെയ്തു പിന്നീട്. അപ്പം അങ്ങനെ നോക്കിയാൽ ഓരോരുത്തരും, ഇവൻ ശിവാനന്ദ സ്വാമികൾ, നമ്മളുടെയൊക്കെ സന്യാസത്തിൽ ഞങ്ങൾക്കൊക്കെ പരമേഷ്ഠി ഗുരുവായിരിക്കുന്ന സംപൂജ്യ സ്വാമി ശിവാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഡോക്ടറായിരുന്ന അദ്ദേഹം, കുപ്പുസ്വാമിയായിരുന്ന അദ്ദേഹം, മലയ വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കാൻ വേണ്ടി ഹിമാലയത്തിൽ വന്ന് ഋഷികേശിലെ കൈലാസാശ്രമത്തിൽ ചേർന്ന് കൈലാസാശ്രമത്തിൽ നിന്ന് വേദാന്ത പഠനവും അതുപോലെ യോഗയും എല്ലാം പഠിച്ച് ഒരു യോഗിയായി, ഒരു സന്യാസിയായി കഴിയാൻ ആഗ്രഹിച്ചു വന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഹിമാലയത്തിൽ കഷ്ടപ്പെടുന്നതായിട്ടുള്ള സാധുക്കളുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ആ ജ്ഞാനം നേടിയതിനു ശേഷം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം പിന്നൊരു മഹാപ്രസ്ഥാനമായി മാറുകയായിരുന്നു. ഒരു വലിയ വടവൃക്ഷമായി മാറുകയായിരുന്നു. എത്രയോ പേർക്ക് തണൽ കൊടുക്കുന്ന ഒരു മഹാവൃക്ഷം. ആ ഋഷികേശിൽ തന്നെ പ്രധാന സ്ഥലം അറിയപ്പെടുന്നത് ശിവാനന്ദ നഗർ എന്നാണ്. അവിടെ ഇല്ലാത്ത സ്ഥാപനങ്ങളില്ല. ആശുപത്രികളും അനാഥ മന്ദിരങ്ങളും സന്യാസിമാർക്ക് താമസിക്കാനും യോഗാഭ്യാസം ചെയ്യാനും വേദാന്ത പഠനം ചെയ്യാനും ക്ഷേത്രങ്ങളും അങ്ങനെ എല്ലാം അന്നദാനമായിട്ടും എത്രയോ ആളുകൾക്ക് കാലാകാലങ്ങളായി അഭയം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള ശിഷ്യ പരമ്പരകൾ ലോകം മുഴുവൻ ആശ്രമങ്ങൾ സ്ഥാപിച്ച് എത്രയോ പേർക്ക് വഴി കാണിച്ചു കൊടുക്കും. ഇനി നമ്മുടെ പ്രജാപതിമാരായ വസിഷ്ഠാദികൾ, കശ്യപാദികൾ, അവരെയൊക്കെ നോക്കുക, അത്രി മുതലായവരെയൊക്കെ നോക്കുക. അവരൊക്കെ എന്താ ചെയ്തത്? അവരൊക്കെ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ലോക സംഗ്രഹം ചെയ്തു. ഇവിടെ യജ്ഞപത്നിമാർക്കും ആ ഗൃഹസ്ഥധർമ്മമാണ് ഭഗവാൻ ഉപദേശിച്ച്, നിങ്ങൾ ഗൃഹനായികയായിരുന്നു കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും അനുഗ്രഹിക്കുക, അവരെയും ശുദ്ധീകരിക്കുക, നിങ്ങളുടെ കഥയിലൂടെ ലോകത്തിന് മാതൃകയാവുക, ലോകത്തെ അനുഗ്രഹിക്കുക എന്ന് ഈ വിപ്രപത്നിമാരിൽ ഭഗവാൻ അതാണ് ഉദ്ദേശിച്ചത്. ഗോപികമാർക്ക് കുറച്ചുകൂടി എന്താ പറയുക, അവർ ഭഗവാനെ ഒരു കാമുകനായിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ആ ഭാവത്തിൽ നിന്ന് അവരെ കുറെ കൂടി ശുദ്ധീകരിക്കാനുണ്ട്. അതും കൂടി ഭഗവാൻ ചെയ്തിട്ടാണ് അവരെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുന്നത്. അവരെ വളർത്തിയിട്ടാണ് ഭഗവാൻ അവരെ ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉപേക്ഷിക്കുന്നുണ്ടോ? ഭഗവാന്റെ തത്വം പറഞ്ഞുകൊടുത്ത് ദേഹം കൊണ്ട് ഉപേക്ഷിക്കുന്നു. ഭഗവാൻ ആരെയും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ആർക്കും ഭഗവാനെയും ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ദേഹം കൊണ്ട് എല്ലാവരും ഒന്നിച്ചിരിക്കുക എന്നുള്ളത് ഒരു കാലത്തും സാധ്യവുമല്ല. ദേഹം കൊണ്ട് ഒന്നിച്ചിരിക്കും തോറും അവഗണന വരികയും ചെയ്യും.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഭഗവാന്റെ ആ ഉപദേശത്തിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ വിപ്രപത്നിമാർ തങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്, ഇനി തങ്ങൾക്ക് തിരിച്ചു പോകേണ്ടതില്ല, പോയാൽ ഞങ്ങളെ വീട്ടുകാർ സ്വീകരിക്കുകയില്ല, നാട്ടുകാരും സ്വീകരിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ ഭഗവാൻ അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും ഭക്തിപൂർവം ആദരപൂർവം സ്വീകരിക്കുന്നു മാത്രമല്ല, അവരൊക്കെ നിങ്ങളാൽ അനുഗ്രഹീതരാവും. മാത്രമല്ല, നമ്മൾക്ക് ഒന്നിച്ചിരിക്കാനൊന്നും സാധിക്കില്ല. അപ്പം ഞാനിങ്ങനെ പശുക്കളെ മേച്ച് നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ പിന്നാലെ വാല് പോലെ വന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ എല്ലായിടത്തേക്കും? ഞാൻ തിരിച്ച് വൈകുന്നേരമായ എൻ്റെ വീട്ടിലേക്ക് പോകും. നിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ അവിടെ സ്ഥലമില്ല. എല്ലാവരും കൂടി എൻ്റെ പുറകെ വന്നാൽ അവിടെ നിങ്ങളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ, പിന്നെ പശുത്തൊഴുത്തിൽ തന്നെ നിങ്ങളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ചിന്തിക്ക് നോക്കുക, നമ്മൾ അങ്ങനെയൊക്കെ ഭഗവാൻ അനുവദിച്ചു കൊടുത്താൽ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അതിൻ്റെ പ്രതിപക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങ് ഉட்காருங்கோ. ഭഗവാന്റെ കൂട്ടത്തില് ഗോപബാലന്മാരെ പോലെ എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റുമോ? ഈ വിപ്രപത്നിമാരെ സമൂഹം കുത്തഴിഞ്ഞതായി മാറും, ഒരു വ്യവസ്ഥയും ഇല്ലാതെയാവും. അപ്പം അത് ഭഗവാന് സമ്മതമല്ല. ഭഗവാന്റെ അവതാരം ധർമ്മ സംസ്ഥാപനത്തിനും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഈ വിപ്രപത്നിമാർക്ക് ധർമ്മം ഉപദേശിച്ച്, പത്നീധർമ്മം ഉപദേശിച്ച് ഭർത്താക്കന്മാരോട് ചേരാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളും പരിഭവവും ഭഗവാനോട് പാടില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ, സർവജ്ഞനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ശങ്കിക്കുന്നത് നമ്മുടെ അല്പത്തരം കൊണ്ടാണ്. സർവജ്ഞനാണ് ഭഗവാൻ. ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല. എന്ത്, എപ്പോ, എങ്ങനെ, ആരോട് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ യാതൊരാളുടെ ഉപദേശവും ഭഗവാന് ആവശ്യമില്ല. ഭഗവാൻ ചെയ്തത് 100% ശരി മാത്രമാണ്. ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ ചെയ്തികളെ കാണണം. അല്ലാതെ അതിനെ സംശയിക്കുകയോ അതിൻ്റെ പേരിൽ ഭഗവാനോട് എന്നാലും എന്ന് പറയാതിരിക്കുകയോ ചെയ്യുക. ഭഗവാന്റെ ഓരോ ലീലകളും 100% പെർഫെക്റ്റാണ്. അങ്ങനെയേ ചെയ്യാവൂ. അതിനപ്പുറത്ത് ഒന്നും കൂട്ടാനുമില്ല, കുറയ്ക്കാനുമില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാവണം. നമുക്ക് ആ യജ്ഞപത്നിമാര് പറയുന്നതും ഭഗവാൻ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പത്ന്യ ഊജുഹു മൈവം വിബോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമ പദാവസൃഷ്ടം കേശൈർനിവോടുമതിലംഘ്യ സമസ്ത ബന്ധൂൻ. പത്ന്യ ഊജുഹു മൈവം വിബോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമ പദാവസൃഷ്ടം കേശൈർനിവോടും അതിലംഘ്യ സമസ്ത ബന്ധൂന്. പത്ന്യ ഊജുഹു, ആ വിപ്രപത്നിമാർ ഭഗവാനോട് പറയുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് തത്സമയം അപ്രിയമായിട്ട് തോന്നും, അല്ലേ? നമ്മുടെ അച്ഛനമ്മമാര് നമ്മളോട് പല കാര്യങ്ങളും അരുത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്ത അപ്രിയം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗുരുക്കന്മാര് നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമുക്ക് അപ്രിയം തോന്നിയിട്ടുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നോ എന്ന്, അല്ലേ? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നോ എന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ അവർ പറയുമ്പോൾ നമുക്ക് അവരോടൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്, പരിഭവം തോന്നിയിട്ടുണ്ട്. ഇതുപോലെയാണ് അറിവില്ലാത്ത കാലത്ത് ഭഗവാനോട് പരിഭവം തോന്നുന്നത്. അറിവുള്ളവർ
എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാമർഥ്യം അപ്പം നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ അപക്വമതികളായിരുന്നു, കുട്ടികളായിരുന്നു. അതുകൊണ്ട് നമ്മളെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചാൽ പലർക്കും അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. എന്താ കാരണം? ഒന്നും വേണ്ട വേണ്ട ഇല്ല എന്ന് പറയണം. ബാക്കി എല്ലാവരും നമ്മളെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും മാത്രം നമ്മളെ തടയുന്നു പല കാര്യങ്ങളിൽ നിന്നും, അല്ലേ? ബാല്യത്തിൽ നമുക്ക് അങ്ങനെയാ തോന്നുക. അപ്പൊ ഇവിടെ ദേവിമാര്, വിപ്രപത്നിമാര് ഭഗവാനോട് പറയുകയാണ്, മാ ഏവം വിഭോ അർഹതി ഭവാൻ ഗതിതും നൃശംസ. ഭഗവാനെ വിഭോ, സർവശക്ത, സർവവ്യാപക. അപ്പൊ ഭഗവാന്റെ മഹിമ അറിയുന്നുണ്ട്, ഭഗവാന്റെ മഹിമയെ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും ഭഗവാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ മഹിമയെ, ഭഗവാന്റെ സർവജ്ഞത്വത്തെ അവര് വേണ്ട പോലെ ഉൾക്കൊണ്ടിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഹേ വിഭോ ഭവാൻ ഏവം നൃശംസം ഗതിതും മാർഹതി. അങ്ങ് ഇപ്രകാരം ഏവം നൃശംസം, നൃശംസം എന്ന് പറഞ്ഞാൽ കഠിനമായ വാക്കുകൾ, പരുഷമായ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തെ ഭേദിപ്പിക്കുന്ന വാക്കുകളാണ്. അത് ഗതിതും മാർഹതി, പറയുവാൻ അർഹിക്കുന്നതല്ല, യോഗ്യനായി ഭവിക്കുന്നില്ല, അങ്ങിങ്ങനെ പറയാൻ പാടുള്ളതല്ല. അങ്ങ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങ് ഏകപക്ഷീയമായി ഇങ്ങനൊരു ഡിക്റ്റേഷൻ ഞങ്ങൾക്ക് തരുന്നത് ശരിയല്ല, ഞങ്ങളെ പോകാൻ പറയുന്നത് ശരിയല്ല. അപ്പൊ ഹേ വിഭോ ഭവാൻ ഏവം നൃശംസം ഗതിതും മാർഹതി. പിന്നെയോ തവ നിഗമം സത്യം കുരുഷ്വ. തവ നിഗമം, അങ്ങയുടെ നിഗമം, അങ്ങയുടെ വാക്ക് അല്ലെങ്കിൽ നിശ്ചയം, അതിനെ സത്യം കുരുഷ്വ, അങ്ങ് സത്യമാക്കി ചെയ്യൂ എന്ന് പറയുക. അപ്പൊ ഇവിടെ ഭഗവാന്റെ നിഗമം എന്ന് പറഞ്ഞാല് കുറച്ചു മുമ്പേ തന്നെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്, അല്ലേ? കരവാമ കിം, കിം കരവാമ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലേ ചെയ്തു തരേണ്ടത്, അങ്ങയുടെ ഇഷ്ടമാണോ പിന്നെ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക? അപ്പൊ അങ്ങ് പറഞ്ഞ വാക്കിനെ സത്യമാക്കൂ, അങ്ങ് ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാമെന്ന് പറഞ്ഞു, അത് സാധിച്ചു തരണം. അതല്ലെങ്കിൽ അങ്ങയുടെ മറ്റു വാക്കുകളൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, വേദങ്ങളിലും ഗീതയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്നൊക്കെ ഗീതയിലും, ന സ പുനരാവർത്തതേ ന സ പുനരാവർത്തതേ എന്ന ഉപനിഷത്തുകളിലും ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരാൾ മടങ്ങിപ്പോകുന്നില്ല. എവിടേക്ക്? സംസാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ ഒരാള് സംസാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ല എന്ന് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാൻ തന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ നിശ്ചയങ്ങളെ അങ്ങിപ്പോ സൗകര്യപൂർവ്വം മറന്നു മാറ്റുകയാണോ? ഓരോരുത്തർക്കും ഓരോ നിയമമാണോ? ഞങ്ങളോട് ഇത് ആകാമോ? ഇതാണ് തവ നിഗമം സത്യം കുരുഷ്വ. അങ്ങയുടെ നിശ്ചയത്തെ അങ്ങ് സത്യമാക്കി ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങയ്ക്ക് തന്നെയാ നാണക്കേട്, വാക്കിന് വ്യവസ്ഥയില്ലാത്തവനായിത്തീരും. വയം സമസ്ത ബന്ധൂൻ അതിലംഘ്യ, ഞങ്ങളുടെ ബന്ധുക്കളെ മുഴുവൻ, സമസ്ത ബന്ധൂൻ അതിലംഘ്യ, അതിലംഘിച്ചിട്ട്, അല്ലേ? ഇതേ വാക്കുകള് ഗോപികമാരിനി ഗോപികാ ഗീതത്തിൽ പറയാൻ പോകുന്നുണ്ട്. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അധിവിലംഘ്യത്തെ അന്ത്യച്യുതാഗതാഹ. ഹേ അച്യുത തവ അന്തി ആഗതാഹ. എങ്ങനെ? പതി സുത അന്വയ ഭ്രാതൃ ബാന്ധവാൻ അതിവിലംഘ്യ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളെ മുഴുവൻ ലംഘിച്ചിട്ട്, അവർ തടഞ്ഞിട്ടും അവരെ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ ഉപേക്ഷിക്കാമോ? ഹേ കിതവ യോഷിത കസ്ത്യജേൻ നിശി, സ്ത്രീകളായ ഞങ്ങളെ
രാത്രിയിൽ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു വന്നപ്പോൾ എന്ന് ഇതേ ഗോപികമാരും ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതേ ഇത് തന്നെയാണ് ഇവിടെ ഇവരും ചോദിക്കുന്നത്. സമസ്ത ബന്ധൂൻ അതിലംഘ്യ, എല്ലാ ബന്ധുക്കളെയും അതിക്രമിച്ച് ഉപേക്ഷിച്ച് പദാവസൃഷ്ടം തുളസീദാമ കേശൈഹി നിവോടും പാദമൂലം പ്രാപ്താഹ വയം. പദാവസൃഷ്ടം തുളസീദാമ, അങ്ങയുടെ പാദത്താൽ സ്പർശിക്കപ്പെട്ടതായിട്ടുള്ള ആ തുളസിമാലയെ, തുളസീദാമത്തെ കേശൈഹി നിവോടും, ഞങ്ങളുടെ ശിരസ്സുകൊണ്ട് നിവഹിക്കുവാനായിക്കൊണ്ട്, ഞങ്ങളുടെ തലയിൽ ചൂടാൻ വേണ്ടി, എന്നുവെച്ചാൽ അങ്ങയുടെ പാദസേവ ചെയ്യാൻ വേണ്ടി എന്നർത്ഥത്തില് അങ്ങയുടെ പാദത്താൽ സ്പർശിക്കപ്പെട്ട ആ തുളസി മാലകളെ ഞങ്ങളുടെ ശിരസ്സുകൊണ്ട് വഹിക്കുവാനായിക്കൊണ്ടാണ് പാദമൂലം പ്രാപ്താഹ, അങ്ങയുടെ പാദമൂലത്തെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, ശരണാഗതി പ്രാപിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കതല്ലാതെ വേറൊന്നും വേണ്ട. അങ്ങയുടെ പാദ തുളസികളെ ഞങ്ങളുടെ ശിരസിൽ ധരിക്കണം, അങ്ങയുടെ പാദധൂളികളെ ഞങ്ങളുടെ ശിരസിൽ ധരിക്കണം, അങ്ങയുടെ പാദ സേവ ചെയ്യണം. ഇതല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു വന്നതായിട്ടുള്ള ഞങ്ങളെ വീണ്ടും തിരിച്ചയക്കരുത്, ഇങ്ങനെ ക്രൂരമായിട്ട് ഞങ്ങളോട് പെരുമാറരുത്. മൈവം വിബോർഹതി ഭവാൻ ഗതിതും നൃശംസം സത്യം കുരുഷ്വ നിഗമം തവ പാദമൂലം പ്രാപ്താ വയം തുളസിദാമ പദാവസൃഷ്ടം കേശൈർനിവോടുമതിലംഘ്യ സമസ്ത ബന്ധൂൻ. അപ്പോ ആ വിപ്രപത്നിമാരുടെ ഭഗവത് പരായണത്വം, അവരുടെ നിർവേദം അഥവാ വൈരാഗ്യം, അവർക്കിപ്പോ ഭർത്താക്കന്മാർ ചെയ്യുന്ന യാഗങ്ങളും യജ്ഞങ്ങളിലൊന്നും വലിയ രുചിയൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല, അതൊക്കെ മതിയായി. എന്നുവെച്ചാൽ അതിൻ്റെയൊക്കെ സാഫല്യം നേടിക്കഴിഞ്ഞവരെ പറയാം അല്ലേ. കുറേ കാലം യജ്ഞങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവേണ്ടതാണ് നിർവേദമായാത്. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതേന. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് അവര്, ഈ യജ്ഞപത്നിമാര്. ബ്രാഹ്മണരിപ്പോഴും മൂത്തിട്ടില്ല, ഇവരുടെ ഭർത്താക്കന്മാരിപ്പോഴും LKG തന്നെ ഇരിക്കുകയാണ്. ഇവര് അത്യുന്നതമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു, അവർക്ക് നിർവേദം വന്നു കഴിഞ്ഞു, ഒന്നിലും ആഗ്രഹമില്ല. ഇഹാമുത്ര ഫലഭോഗ വിരാഗ, ഈ ലോകത്തിലും പരലോകത്തിലും അവർക്ക് ഒരു താല്പര്യവുമില്ല, ഒരു ഫലവും ഭുജിക്കുവാനുള്ള ആഗ്രഹമില്ല. ഭഗവാന്റെ പാദസേവ ചെയ്യുക എന്നുള്ള പരമമായിട്ടുള്ള ഭക്തിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ആ ഭക്തി കൊണ്ട് ജന്മസാഫല്യം നേടിക്കഴിഞ്ഞവരാണ്, പരിപൂർണ വൈരാഗ്യം എത്തിയവരാണ് ഈ വിപ്രപത്നിമാരെന്ന് ഇതിൽ നിന്ന് സൂചിപ്പിക്കുകയാണ്. ഗൃഹന്തി നോന പദയഃ പിതരൗ സുതാവ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ തസ്മാത് ഭവത് പ്രപതയോഃ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിരരിന്ദമ തദ്വിധേഹി. ഗൃഹന്തി നോന പദയഃ പിതരൗ സുതാവ ന ഭ്രാതൃബന്ധു സുഹൃദഃ കുതയേവ ചാന്യേ തസ്മാത് ഭവത് പ്രപതയോഃ പതിതാത്മനാംനോ നാന്യാ ഭവേത് ഗതിരരിന്ദമ തദ്വിധേഹി. ഇപ്പൊ ഭഗവാൻ ഇവരോട് പറഞ്ഞതാണ്, നിങ്ങൾ തിരിച്ചു ചെല്ലൂ, വീട്ടിൽ ചെന്ന് ധർമ്മപത്നികളായിരിക്കൂ, ഭർത്തൃശുശ്രൂഷ ചെയ്യൂ. അതാണ് പതിവ്രതാധർമ്മം, ഗൃഹസ്ഥധർമ്മം എന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോ ഞങ്ങളെ ഇനി അവിടെ അവർക്ക് ആവശ്യമില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവുക എന്നാണ് ഇപ്പോ പറഞ്ഞു വരുന്നത്. ഗൃഹന്തി നോന പതയഃ നഹ പതയഃ ന ഗൃഹന്തി, ആരെ? ഞങ്ങളെ. നഹ പതയ, നോ എന്നുള്ളത് നഹ, അസ്മാകം. പതയഃ പതികൾ, ഭർത്താക്കന്മാർ. ന ഗൃഹന്തി, ഞങ്ങളെ ഗ്രഹിക്കുകയില്ല. കാരണം ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ടാണ്, അവരെ ധിക്കരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ബോധപൂർവം തന്നെയാണ് വന്നതും. എന്നുവെച്ചാൽ അവിവേകം പ്രവർത്തിച്ചതൊന്നുമല്ല. എന്തെങ്കിലും വിവരക്കേട് കാണിച്ച് തിരിച്ചു ചെന്നു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും എന്നുള്ള വിചാരമൊന്നുമില്ല.
അപ്പൊ ഞങ്ങൾ അവരെ ഉപേക്ഷിച്ച് എന്നേക്കുമായി അവരെ ഉപേക്ഷിച്ച് അവർ ഞങ്ങളെയും ഉപേക്ഷിക്കുന്നുള്ള ഉറപ്പോടുകൂടി വന്നതാണ്. അല്ലാതെ ഞങ്ങൾ അവിവേകം പ്രവർത്തിച്ചൊന്നുമല്ല. നല്ല ഉറപ്പുണ്ട് അവർ ഞങ്ങളെ സ്വീകരിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഉറപ്പോട് കൂടിയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തെറ്റുപറ്റിയൊന്നുമല്ല കേട്ടോ എന്നും കൂടിയാണ് സൂചന. അപ്പൊ നഹ പതയഹ ന ഗൃഹന്തി. അതുപോലെ പതികൾ ഭർത്താക്കന്മാർ പോട്ടെ, ഏറ്റവും ബന്ധമുള്ള ജനയിതാവായ പിതാവ് അഭയം തരുമോ ചോദിച്ചാൽ പിതാവ് മാത്രമല്ല മാതാവും തരില്ല. പിതറൗ എന്ന് പറഞ്ഞാൽ മാതാ പിതറൗ എന്നർത്ഥം. മാതാവും പിതാവും രണ്ടുപേരും ഞങ്ങളെ ഉപേക്ഷിക്കും, അവരും സ്വീകരിക്കില്ല, അവർക്കും വേണ്ടാതെയാവും. സുതാവ ഞങ്ങളുടെ മക്കള് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ മക്കൾക്കും വേണ്ടാത്തവരായിരിക്കും ഞങ്ങള്, അവരും ഞങ്ങളെ സ്വീകരിക്കാൻ പോകുന്നില്ല. അവരൊക്കെ പറയും പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയും. ഞങ്ങൾ തിരിച്ചു ചെല്ലും. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്, ബോധപൂർവം തന്നെയാണ് വന്നത്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വന്നതാ. പിന്നെ ഭ്രാതാക്കൾക്ക് ഞങ്ങളോട് സഹതാപം തോന്നുമോ, ബന്ധുക്കൾക്ക് തോന്നുമോ, സുഹൃത്തുക്കൾക്ക് തോന്നുമോ? ന ഭ്രാതൃ ബന്ധു സുഹൃത. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട രക്തബന്ധമുള്ളവർ പോലും ഞങ്ങളെ അംഗീകരിക്കില്ല. കുതയേവച്ച അന്യേ, കുതയേവ പിന്നെ എങ്ങനെ, എവിടുന്നാണ് മറ്റുള്ളവർ ഞങ്ങളെ അംഗീകരിക്കാൻ പോകുന്നത്? സമൂഹത്തിൽ ബാക്കിയുള്ളവർ ഞങ്ങളെ അംഗീകരിക്കുമോ? സ്വന്തക്കാര് തള്ളിപ്പറയും, അവരുപേക്ഷിക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എന്ന് ഇവിടെ കൈമുത്തിക ന്യായേന ചോദിക്കണം. കുതയേവ അന്യേ, മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് തസ്മാത് ഞങ്ങൾക്ക് ഇനിയൊരു ഗതിയുമില്ല, വേറെ എവിടേക്കും പോകാനില്ല, ആരെയും ശരണം പ്രാപിക്കാനില്ല, ഒരഭയവുമില്ല. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ഗതി, ഞങ്ങൾക്ക് അഭയം. തസ്മാത് ഭവത് പ്രപതയോഹോ പതിതാത്മനാംനോ, ഭവത് പ്രപതയോഹോ അങ്ങയുടെ കാലടികളിൽ. പ്രപദം എന്നുള്ളതിന് പുറവടി, കാലിന്റെ അടിഭാഗം, കുതി എന്നൊക്കെ പല അർത്ഥത്തിലും പ്രയോഗിക്കും. ഇപ്പൊ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ, അങ്ങയുടെ രണ്ട് പാദമൂലങ്ങളിൽ പതിതാത്മനാം ഞങ്ങൾ പതിച്ചിരിക്കുകയാണ്. പതിച്ച ദേഹത്തോടുകൂടിയവരും ഞങ്ങളുടെ സർവസ്വവും അങ്ങയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നഹ ഞങ്ങൾക്ക് ന അന്യാഭവേദ്ഗതിഹി, അന്യാഗതിഹി ന ഭവേത്, മറ്റൊരു ഗതി, മറ്റൊരഭയം, മറ്റൊരാശ്രയം ഞങ്ങൾക്ക് ഭവിക്കുകയില്ല. ആരുമില്ല ഞങ്ങൾക്ക് ഗതി, അങ്ങ് മാത്രമാണ്. ഹേ അരിന്തമ, അല്ലയോ ശത്രുക്കളെ അടക്കുന്നവനെ, തദ്വിദേഹി അങ്ങ് ഞങ്ങൾക്കത് നൽകിയാലും അഭയം നൽകിയാലും ഞങ്ങൾക്ക് വേറൊരു അഭയം ഇല്ല, ഞങ്ങളെ ആരും സ്വീകരിക്കില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്, അങ്ങയെ മാത്രം ആശ്രയിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളെ തിരസ്കരിക്കരുത് എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. അപ്പോൾ അവരുടെ എന്താ പറയുക, ലോകത്തിൽ ഇനി ഇവർക്ക് ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി എന്നുള്ള ഭഗവദൈക ശരണകളായിരിക്കുന്നവരാണ് ഈ വിപ്രപത്നിമാരെന്ന അമ്മമാർ. എത്ര ഉന്നത അവസ്ഥയെ പ്രാപിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ആ ഒരു ദാസ്യഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അതാണ് പ്രപതയോഹോ പതിതാത്മനാം, അങ്ങയുടെ പാദതുളസിയെ ശിരസിൽ ധരിക്കാനും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിത ജീവന്മാരുമാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെ അങ്ങയുടെ പാദദാസ്യം അനുവദിച്ചു തരിക. അങ്ങയുടെ പത്നിമാരോ അല്ലെങ്കിൽ അങ്ങയുടെ സ്വന്തക്കാരോ അങ്ങയുടെ സെക്രട്ടറിമാരോ ഒന്നും ആവണ്ട, ഭൃത്യകളായി ദാസികളായി അങ്ങയുടെ കൂടെ കഴിയാൻ അനുവദിച്ചാലും. ഇതാണ് അവരുടെ പ്രാർത്ഥന. അപ്പോൾ ഭഗവാൻ അവരോട് മറുപടി കൊടുക്കുന്നു. ശ്രീ ഭഗവാനുവാച പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയഃ ലോകാശ്ചവോ മയോപേദാഃ ദേവാ അഭി അനുമന്വതേ. ശ്രീ ഭഗവാനുവാച പതയോ നാഭ്യസൂയേരൻ പിതൃഭ്രാതൃസുതാദയഃ ലോകാശ്ചവോ മയോപേദാഃ ദേവാ അപ്യനുമന്വതേ. ഭഗവാൻ ഇവരോട് മറുപടി പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട. പതയഃ നിങ്ങളുടെ ഭർത്താക്കന്മാർ, ന അഭ്യസൂയേരൻ നിങ്ങളുടെ നേരെ അഭ്യസൂയ അഥവാ മത്സരബുദ്ധി, ദ്വേഷബുദ്ധി, നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള തിരസ്കാരം, ആ ഭാവമൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല. ന അഭ്യസൂയേരൻ.
പതികൾ മാത്രമല്ല പിതൃ ഭ്രാതൃ സുതാദയ, നിങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞില്ലേ, അവരൊക്കെ തന്നെ പിതാക്കന്മാരോ അമ്മമാരോ സഹോദരന്മാരോ മക്കളോ ആരും തന്നെ നിങ്ങളോട് വിഷമം പ്രകടിപ്പിക്കില്ല, ദ്വേഷം പ്രകടിപ്പിക്കില്ല, നിങ്ങളെ തിരസ്കരിക്കുകയില്ല. ലോകാശ്ചവോ മയോപേദ, നിങ്ങൾ എന്താ ചെയ്തത്? മയോപേദ, എന്നോട് വന്നു ചേരുകയില്ലേ ചെയ്തത്? മയാ ഉപേദ, മയാ സഹ ഉപേദാഹ, എന്നോട് വന്നു ചേർന്നു, എന്നോട് ചേർച്ച കാണിച്ചു, എന്നോട് ഐക്യം ചേർന്നു. അങ്ങനെയുള്ള നിങ്ങളെ ലോകാശ്ച, ലോകങ്ങളിലുള്ളവരും മറ്റുള്ളവരും എന്നർത്ഥം, അന്യേ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അന്യരായിട്ടുള്ള എല്ലാവരും തന്നെ ഭഗവാനായ എൻ്റെ അടുത്തേക്ക് വന്ന നിങ്ങളെ ഒരിക്കലും തിരസ്കരിക്കുകയില്ല, തള്ളിപ്പറയുകയില്ല, നിങ്ങളോട് വിഷമം പ്രകടിപ്പിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാവാം, അയ്യോ ഞങ്ങള് പതിതകളായി, ഭർത്താക്കന്മാര് പറഞ്ഞത് കേൾക്കാതെ ധിക്കരിച്ചു വന്നവരായതുകൊണ്ട് ധർമ്മത്തിൽ ച്യുതി വന്നവരായി, അങ്ങനെയുള്ള പതിതകളായിട്ടുള്ള ഞങ്ങൾ ഭർത്താക്കന്മാരോട് കൂടെ നിന്ന് ആ യാഗപൂർത്തീകരണത്തിന് ദേവന്മാർക്ക് ഹവിസ് സമർപ്പിക്കുമ്പോൾ അവര് വന്ന് സ്വീകരിച്ചില്ലെങ്കിലോ ആ യജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ദേവന്മാർ ഞങ്ങളെ തിരസ്കരിച്ചാലോ, ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഭഗവാൻ അതിനും കൂടി പരിഹാരം പറയണം. ദേവാ അപി അനുമന്വതേ, ദേവന്മാർ പോലും നിങ്ങളെ അനുമോദിക്കും, ദേവന്മാരും നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളോടുകൂടി ചേർന്ന് ഭർത്താക്കന്മാർ ഹവിസ് സമർപ്പിക്കുമ്പോൾ ദേവന്മാർ ഒരു പരിഭവവും കൂടാതെ സന്തോഷമായിട്ട് വന്ന് ഹവിസ് സ്വീകരിക്കും. അപ്പൊ ദേവന്മാരുടെ കാര്യത്തിലും തീരുമാനമായില്ലേ? നിങ്ങൾ ഇനി അതിനെക്കുറിച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഭഗവാന്റെ വിഭൂതികളാണ് ഈ ദേവന്മാരൊക്കെ. അവരൊക്കെ ഭഗവാനെ അനുസരിക്കുന്നവരാണ്. അവർക്കൊക്കെ ഭഗവാനെ കുറിച്ച് നല്ല അനുഭവമുണ്ട്. അവരൊക്കെ ചെന്ന് ആ സഭയിൽ വേണമെങ്കിൽ പറയും, പ്രത്യക്ഷമായി നിന്നുകൊണ്ട്, ഈ പത്നിമാരുടെ യോഗ്യത, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് ഹേ ബ്രാഹ്മണരെ, നിങ്ങൾക്ക് ഇത്രയും ഭഗവത് ഭക്തകളായിട്ടുള്ള ഉത്തമകളായിട്ടുള്ള ഭാര്യമാരെ കിട്ടിയില്ലേ, അവരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ എന്ന് ഭർത്താക്കന്മാരോട് ദേവന്മാർ ചെന്ന് ഉപദേശിക്കും, പ്രത്യക്ഷമായി ചെന്ന് ഉപദേശിക്കും. അപ്പൊ സ്വീകരിക്കുക, അവര് ഹവിസ് സ്വീകരിക്കുക മാത്രമല്ല, അവർ നിങ്ങളെ ബഹുമാനിക്കുകയും ഭർത്താക്കന്മാരോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ മഹിമ അവര് ദേവന്മാർ തന്നെ പ്രത്യക്ഷമാക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വക കാര്യത്തില് ഒരു ഭയവും വേണ്ട, ഒരു ശങ്കയും വേണ്ട. തിരിച്ചു പോയാൽ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തില് ശങ്ക വേണ്ട, എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും. ഇനി ഭഗവാൻ ഉള്ള തത്വം പറഞ്ഞു കൊടുക്കുന്നു. ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ യന്മനോമയുഞ്ജാന അചിരാൻ മാം അവാപ്സ്യഥ. ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ യന്മനോമയുഞ്ജാന അചിരാൻ മാം അവാപ്സ്യഥ. അപ്പൊ ഭഗവാൻ പറയണു, ഇതാണ് പരമമായിട്ടുള്ള സത്യം. അംഗസംഗ ഇഹ നൃണാം പ്രീതയെ അനുരാഗായ ന. അംഗസംഗ, അംഗങ്ങൾ, ശരീരങ്ങൾ തമ്മിലുള്ള സംഘം, ചേർച്ച, ദേഹത്തോടുള്ളതായിട്ടുള്ള ചേർച്ച. ഇഹ, ഇവിടെ, നൃണാം പ്രീതയെ, മനുഷ്യർക്ക് പരസ്പര പ്രേമത്തിനായിക്കൊണ്ട്, പ്രീതിക്കായിക്കൊണ്ട്, അനുരാഗായ, അനുരാഗത്തിന്, രാഗം തുടർന്ന് നിൽക്കാനായിക്കൊണ്ടും എന്നാ ഭവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ദേഹസംഗമാണ് അനുരാഗത്തിനും പ്രീതിക്കും കാരണമെങ്കിൽ അല്ലേ, എത്ര സൗകര്യമാണ് ഈ ലോകത്തില്. എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് ചേർന്നിരുന്നാൽ മതി, ഒട്ടി ഒട്ടി ഇരുന്നാൽ മതി. വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോളൊക്കെ വാങ്ങിച്ച് ദേഹത്തിലൊക്കെ പുരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ബന്ധിച്ചിരിക്കുക. നല്ല സ്നേഹം ഉണ്ടാവും എല്ലാവരും തമ്മിൽ. ആണോ? അടുത്തിരിക്കലാണോ സ്നേഹത്തിന്റെ അടിസ്ഥാനം?
അടുത്തിരിക്കും തോറും അവമതിയാണ് ഉണ്ടാവുക, മടുപ്പാണ് ഉണ്ടാവുക. അതിപരിചയാത് അവജ്ഞ, അത് ലോക സ്വഭാവമാണ്. എപ്പോഴും കൂടെയുള്ളതിന് ഒരു വിലയുണ്ടാവില്ല. ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അത് നമുക്ക് എപ്പോഴും കയ്യിലുണ്ടല്ലോ. പിന്നെന്തിനാ ഇപ്പം നമ്മൾ പ്രത്യേകം അതിൻ്റെ പുറകെ നടക്കണേ? സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, നമ്മളെ വിട്ട് എവിടെയും പോവില്ല എന്നുള്ള ഒരു അവമതിപ്പാണ് കൂടെയുള്ളവരോട് എപ്പോഴും ഉണ്ടാവുക. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അല്ലേ? ഇത് ലോക സ്വഭാവം. അപ്പോ ദേഹം കൊണ്ടല്ല ബന്ധങ്ങൾ ഉറപ്പിക്കപ്പെടുന്നത്, ദേഹങ്ങൾ ചേർന്നിരിക്കാൻ സാധ്യവും അല്ല. ഒരാൾക്ക് ഒരുപാട് പേരെ സ്നേഹിക്കണമെങ്കിൽ എല്ലാരെയും ചുറ്റും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? സാധ്യമല്ല. ഒരുപാട് പേരെ ഇപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമായിട്ട് ലിമിറ്റഡ് അല്ല. സാധാരണ ഗൃഹസ്ഥന്മാരെ പോലെ ഒരു ഭാര്യ, അയാൾക്കുണ്ടാകുന്ന രക്തത്തിലുണ്ടാകുന്ന മക്കൾ, അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളല്ല. ഭഗവാൻ എല്ലാവരുടെയും മുതലാണ്, എല്ലാവരെയും സ്നേഹിക്കാനുള്ള ആളാണ്, എല്ലാവരാലും സ്നേഹിക്കപ്പെടാനുള്ള ആളാണ്, എല്ലായിടത്തും എത്തേണ്ട ആളാണ്, ഒരിടത്ത് കെട്ടിയിടാനുള്ള ആളല്ല. അപ്പൊ ഭഗവാന്റെ ദേഹത്തോടല്ല പ്രേമം വേണ്ടത്. ഇതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ എല്ലാ ആരാധനകൾക്കും ഇത് വിഷയമാണ്. നിങ്ങൾ ഏതെങ്കിലും വിഗ്രഹങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ച് ആ വിഗ്രഹത്തിൽ മാത്രമാണോ ഈശ്വരാരാധന ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പ്രാകൃതനാണ് എന്ന് ഭാഗവതം പറഞ്ഞു തരും, അല്ലേ? അർച്ചായാമേവ ഹരയേ പൂജാം യ ശ്രദ്ധയേഹതേ. വെറും ഒരു വിഗ്രഹത്തെ ഇതുതന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്ന് അതിൽ മാത്രം പൂജാദികൾ ചെയ്യുകയും മറ്റുള്ളവർക്കൊന്നും ഒരു സ്നേഹവും പ്രകടിപ്പിക്കാതിരിക്കുകയും ഒരു വസ്തു കൊടുക്കാതിരിക്കുകയും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ധീരന്മാരെ ഒരു തരത്തിലും സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ പ്രാകൃതനാണ്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമഃ. എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനെ കാണാനും എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവർക്കും സേവനം ചെയ്യുവാനും സഹായം ചെയ്യുവാനുമുള്ള സന്നദ്ധതയാണ് ഭഗവാനോടുള്ള പ്രേമം. അപ്പൊ ഏതെങ്കിലും ഒരു മൂർത്തിയിൽ മാത്രം ഒട്ടി ബന്ധനസ്ഥരായി നിൽക്കലാണോ ഭക്തി? ഇവിടെ കൃഷ്ണൻ ഇവിടെ നിൽക്കുന്ന ഈ പ്രത്യക്ഷ മൂർത്തിയോട് ചേർന്നിരിക്കാനാണ് ഈ വിപ്രപത്നിമാർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ശരിയല്ല, അത് സാധ്യമല്ല. അതിൽ നിന്ന് അതീതരാവണം നിങ്ങൾ. ഈ പ്രപഞ്ചമേ ഞാൻ തന്നെയാണ്, വിശ്വരൂപനാണ് ഞാൻ. ഈ വിശ്വത്തിൽ നിങ്ങൾ ഏത് സൽക്കർമ്മം ചെയ്യുന്നതും എന്നെ പൂജിക്കുകയാണ്, നിങ്ങൾ എന്റെ കൂടെയാണ്. നിങ്ങൾ മനസ്സിൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്തോളൂ. നിങ്ങൾ ചെയ്യുന്ന ഭർത്താവിന്റെ ശുശ്രൂഷ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തോളൂ. എന്നെ ശുശ്രൂഷിക്കുകയാണെന്ന് കരുതി ഭർത്താവിനെ ശുശ്രൂഷിച്ചോളൂ. അതിൽ യാതൊരു തെറ്റുമില്ല, അധർമ്മമില്ല, ജാരത്വമില്ല. കാരണം എല്ലാവരുടെയും ആത്മാവാണ് ഭഗവാൻ. ഇവിടെ ഭഗവാനെയാണ് മനസ്സിൽ ധ്യാനിക്കുന്നത്. മറ്റൊരു അന്യപ്രാകൃത പുരുഷനെ മനസ്സിൽ ധരിക്കുന്നതിനെയാണ് ജാരസ്വഭാവം എന്ന് പറയുന്നത്. ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭർത്താവിനെ പൂജിച്ചാൽ അതിലൊരു തെറ്റും ഇല്ല. ആ ഭർത്താവിന്റെ ഉള്ളിലും ആത്മാവായിരിക്കുന്നത്, ഭർത്താവിന്റെ ശരീരത്തിന് അസ്തിത്വം കൊടുക്കുന്നത്, ഭർത്താവിന്റെ എല്ലാ കഴിവുകളും എല്ലാം ഭഗവാൻ കൊടുത്തത് തന്നെയാണ്. അപ്പൊ ആ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് എന്റെ പൂജയായിട്ട് ഞാൻ എടുത്തോളാം, ഭഗവാനാ പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ അതൊക്കെ എനിക്കുള്ള പൂജയായിട്ട് എടുത്തോളാം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ബാലനായ എന്നെ ചെയ്യുന്നത് പോലെ ഞാൻ കരുതിക്കോളാം. യശോദ എന്നെ കുളിപ്പിച്ചതുപോലെ
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഞാൻ കരുതിക്കോളാം. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ യശോദ എനിക്ക് വിളമ്പിത്തന്നതുപോലെ ഞാൻ കഴിച്ചോളാം. എനിക്ക് യശോദയും നിങ്ങളൊക്കെ ഒരുപോലെയാ. ഞാൻ തന്നെയാണ് ആ കുട്ടികളുടെ രൂപത്തിലിരിക്കുന്നതും. അതുകൊണ്ട് ദേഹം കൊണ്ടല്ല ദാസ്യം അഥവാ ഭക്തി, പിന്നെയോ മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ എന്നെ ഭജിക്കുക. എവിടെ എത്ര ദൂരത്താണെങ്കിലും ഞാൻ കേൾക്കും. ഇപ്പൊ നിങ്ങൾ വിളിച്ചിട്ടാണോ ഞാൻ വന്നത്? നിങ്ങൾ എന്നെ ആളയച്ചു വിളിച്ചൊന്നുമല്ലല്ലോ. നിങ്ങൾ മനസ്സിൽ വിളിച്ചു, എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചു, ഞാൻ വന്നുവോ? ഇതൊന്ന് ചിന്തിച്ചാൽ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിലുള്ള എന്നോടുള്ളതായിട്ടുള്ള ഭക്തി തിരിച്ചറിഞ്ഞിട്ടല്ലേ എവിടെയോ ദൂരത്തുനിന്നും ഞാൻ ഇത്രയും ദൂരം വന്നത്. ഇതുപോലെ ഇനിയും നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കും ഞാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിതിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ ദേഹം കൊണ്ടല്ല ദാസ്യം എന്നുള്ളത്, അത് ഭക്തി, അത് മനസ്സുകൊണ്ടാണ് എന്ന് പറയാം. അതാണ് അംഗസംഗ ഇഹ നൃണാം പ്രീതയെ അനുരാഗായ ന ഭവന്തി. പിന്നെയോ തത് മയി മനഃ യുഞ്ചാനാഹ അചിരാത് മാം അവാപ്സ്യത തത്. അതുകൊണ്ട് തസ്മാത് മനഃ മയി യുഞ്ചാനാഹ, മനസ്സിനെ എന്നിൽ യോജിപ്പിക്കുന്നവരായിട്ട്, മനസ്സിനെ എന്നിൽ ദൃഢമായി ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിക്കുന്നവരായിട്ട് അചിരാത് മാം അവാപ്സ്യത, താമസിയാതെ ഉടനെ തന്നെ നിങ്ങൾ എന്നെ പ്രാപിക്കും. അപ്പോ ദേഹം കൊണ്ടുള്ള സാമീപ്യമല്ല പ്രധാനം, മനസ്സിൽ എപ്പോഴും ചിന്തിക്കാൻ കഴിയുക. അതാണ് പരമപ്രേമം. മറ്റത് അവസരവാദമാണ്. അടുത്തുള്ളവരെ മാത്രം നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രകടനം മാത്രമാണ്. ദൂരേക്ക് പോയാൽ മറക്കും. സാധാരണ നമ്മൾ അങ്ങനെയാണ്. ലൗകികമായിട്ടുള്ള സ്നേഹങ്ങളൊക്കെ കൂടുതലും അങ്ങനെയാണ്. എന്നാൽ ഭഗവാനോടുള്ള പ്രേമം നമ്മൾ എത്ര ദൂരെയാണെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭക്തി. അപ്പോ നിങ്ങളുടെ ദേഹനാശം സംഭവിച്ചാലും എന്നിൽ തന്നെ വന്നു ചേരും. ഞാനും ഈ ദേഹം ഉപേക്ഷിച്ചു പോകും, അപ്പോഴും നിങ്ങൾ എന്നിൽ തന്നെ വരും. അപ്പൊ ഈ ദേഹത്തെ അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഇത് ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ച ആ ശ്ലോകം ഓർക്കുക വീണ്ടും. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. ഞാൻ ഈ ശരീരമല്ല, എന്നെ മൂഢന്മാരാണ് ഈ ശരീരധാരിയായിട്ട് കരുതുന്നത്. ഇനി രുക്മിണിയും ഭഗവാനുമായിട്ടുള്ള സംവാദത്തിൽ രുക്മിണി ദേവി പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ ഈ ശരീരത്തെ, ഭൗതിക ദേഹത്തെയല്ല സ്നേഹിച്ചത്. അങ്ങനെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് പറ്റിപ്പോയി. അല്ലെ, ആ കർഹിച്ചിത് അധ്യായത്തില് രുക്മിണി ദേവി നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാനോട്. എന്നുവെച്ചാൽ നമുക്ക് പറഞ്ഞു തരിക തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാ പ്രാകൃത മനുഷ്യന്മാരുടെയും ശരീരം സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെയുള്ളൊരു ശരീരമായിട്ടല്ല ഞാൻ അങ്ങയെ കണ്ടിരിക്കുന്നത്. അങ്ങയെ സച്ചിദാനന്ദ ബ്രഹ്മമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആ രീതിയിലാണ് അങ്ങയെ സ്നേഹിച്ചിട്ടുള്ളത്. ആത്മാക്കൾ തമ്മിലുള്ളതായിട്ടുള്ള പ്രണയമാണ് നമ്മൾ തമ്മിലുള്ള പ്രണയം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ് ഞാനും അങ്ങയും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ രുക്മിണിയുടെ വാക്കുകളിൽ നമുക്ക് പിന്നീട് കേൾക്കാം. അപ്പോൾ ദേഹം കൊണ്ടുള്ളതല്ല സ്നേഹബന്ധം, ആത്മാക്കൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധമാണ്. അതിനുള്ള മീഡിയം മനസ്സ് എന്നുള്ളതായിട്ടുള്ള ഉപാധിയാണ്. മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യതി യുക്ത്വൈവം പ്രതിജാനേ പ്രിയോസിനി. എന്നെ തന്നെ മനസ്സിൽ ധ്യാനിക്കുന്നവനായിരിക്കൂ, എൻ്റെ ഭക്തനായിരിക്കൂ, എന്നെ തന്നെ യജിക്കുന്നവനായിരിക്കൂ, എന്നെ നമസ്കരിക്കുന്നവനായിരിക്കൂ. അങ്ങനെയായാൽ ഞാൻ നിനക്ക് പ്രതിജ്ഞ ചെയ്യുന്നു, നീ എന്നെ തന്നെ വന്ന് പ്രാപിക്കും. എപ്പോഴും
തോളോട് തോൾ ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല. ഇപ്പം അർജുനനാണെങ്കിലും ഭഗവാനോട്, ആർക്കാണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഭഗവാനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും? അനങ്ങാൻ പറ്റില്ല, എല്ലാവരും ചെന്ന് കെട്ടിപ്പിടിച്ചാൽ. അപ്പോൾ ഭഗവാന്റെ ലീല ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യം കൊടുക്കുക, അദ്ദേഹത്തെ തുറന്നു വിടുക. അദ്ദേഹത്തിൻ്റെ ലീലകൾ മനോഹരമായി ചെയ്യട്ടെ. നമ്മളെല്ലാവരും കൂടി ശ്വാസം മുട്ടിക്കാതിരിക്കുക. എന്നാൽ മനസ്സുകൊണ്ട് ഭഗവാനെ കെട്ടിപ്പിടിക്കുക. മനസ്സുകൊണ്ടാണ് കെട്ടിപ്പിടിക്കേണ്ടത്, ദേഹം കൊണ്ടല്ല എന്ന് തിരിച്ചറിയുക. ഇതാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ സാരം. ഇതുതന്നെയാണ് ഭഗവാൻ ഗോപികമാർക്ക് കുറെ കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഉദ്ധവനിലൂടെ ദൂതനായിട്ട് ഉദ്ധവനെ അയക്കുമ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് സമന്ത പഞ്ചകത്തിൽ തീർത്ഥാടന കാലത്ത് കണ്ടുമുട്ടുമ്പോഴും ഭഗവാൻ ഇത് തന്നെയാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഗോപികമാര് ഈ വിപ്രപത്നിമാരുടെ ലെവലിലേക്ക് ആ സമയത്താണ് അവർ ഉയരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സാങ്കേതികമായിട്ട് അവരുടെ ഉള്ളിലുള്ള എല്ലാ എന്തെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള പ്രാകൃത സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പോയി പരിശുദ്ധരായി അവർക്ക് ഭഗവാൻ തത്വോപദേശം ചെയ്യുന്നത് സമന്തപഞ്ചക തീർത്ഥത്തിൽ വെച്ചിട്ടാണ്. അപ്പം അതേ ഉപദേശമാണ് ഇവിടെ യജ്ഞപത്നിമാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം യജ്ഞപത്നിമാര് ഒട്ടും ചെറിയവരല്ല, മോശക്കാരല്ല, അവർ ധന്യരാണ്. ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ യൻ മനോമയ്യുഞ്ജാന അചിരാന്മാമവാപ്സ്യഥ. ശ്രീശുക ഉവാച ഇത്യുക്താ മുനിപത്ന്യസ്താ യജ്ഞവാടം പുനർഗതാഃ തേ ചാനസൂയവസ്വാഭിഃ സ്ത്രീഭിഃ സത്രം അപാരയൻ. ശ്രീശുക ഉവാച ഇത്യുക്താ മുനിപത്ന്യസ്താ യജ്ഞവാടം പുനർഗതാഃ തേ ചാനസൂയവസ്വാഭിഃ സ്ത്രീഭിഃ സത്രമപാരയൻ. ശുകബ്രഹ്മർഷി കഥ തുടരുന്നു. ഇതി യുക്താ മുനിപത്ന്യഃ താഹ. താഹ മുനിപത്ന്യഃ, ആ മുനിപത്നിമാർ എന്ന് വെച്ചാൽ യജ്ഞപത്നിമാർ. ഇതി യുക്താഹ, ഭഗവാനാൽ ഇപ്രകാരം പറയപ്പെട്ടവരായിട്ട്. പുനഃ യജ്ഞവാടം ഗതാഹ, അവർ തിരിച്ച് വീണ്ടും യജ്ഞവാടത്തിലേക്ക്, യജ്ഞശാലയിലേക്ക് ചെന്നു. ഇപ്പൊ ഭഗവാനോട് നല്ല ഭക്തിയും അനുസരണയുള്ളവർ തന്നെയാണ് അവര്. ഭഗവാൻ പറഞ്ഞതിൽ വിശ്വാസമുള്ളവരാണ്. ഭഗവാൻ പറഞ്ഞു, തിരിച്ചു പൊക്കോളൂ, നിങ്ങൾക്ക് ഒരു അപമാനവും ഉണ്ടാവില്ല, നിങ്ങളെ അവരെല്ലാം ആദരിക്കും, ചെന്നോളൂ ധൈര്യമായിട്ട് എന്ന് ഭഗവാൻ പറഞ്ഞത് വിശ്വസിച്ച് അവര് പുനഃ യജ്ഞവാടം ഗതാഹ, തിരിച്ച് യജ്ഞവാടത്തിലേക്ക് പോയി. ആ സമയത്ത് തേജ അനസൂയവഹ, തേജ അവിടെയുള്ളവരും, ഭർത്താക്കന്മാരും അച്ഛനമ്മമാരും സഹോദരന്മാരും പുത്രന്മാരും എന്ന് പറഞ്ഞ പോലെ അന്യരും എല്ലാവരും തന്നെ അനസൂയവഹ, ഒരു തരത്തിലുള്ള അസൂയാഭാവവും ഇവരോട് പ്രകടിപ്പിച്ചില്ല, മത്സരഭാവം പ്രകടിപ്പിച്ചില്ല, ദ്വേഷബുദ്ധി പ്രകടിപ്പിച്ചില്ല. പിന്നെയോ സ്വാഭിഹി സ്ത്രീഭിഹി സത്രം അപാരയന്, ഓരോരുത്തരും അവരവരുടെ ഭാര്യമാരെ കൂടെ നിർത്തി അംഗീകരിച്ചു. സ്വാഭിഹി സ്ത്രീഭിഹി സത്രം അപാരയന്, സത്രത്തെ പൂർത്തീകരിച്ചു. അപ്പൊ നിങ്ങൾ ഭ്രഷ്ടരാണ്, നിങ്ങളൊന്നും ചെയ്താൽ ദേവന്മാർക്ക് പ്രീതി ഉണ്ടാവില്ല എന്നുള്ള വിഡ്ഢിത്തരമൊന്നും അവർ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു ദോഷവുമില്ല, നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്കല്ലേ പോയിട്ട് വന്നത്, നിങ്ങളാണ് കൂടുതൽ പവിത്രകൾ, പതിവ്രതകൾ, അതുകൊണ്ട് നിങ്ങളെ ദേവന്മാർ ബഹുമാനിക്കും എന്ന ഭാവം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം ഭാര്യമാരെ കൂടെ നിർത്തിക്കൊണ്ട് സത്രം അപാരയൻ, സത്രത്തെ പൂർത്തീകരിച്ചു. തത്രൈകാ വിധൃതാ ഭർത്രാ ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം. തത്രൈകാ വിധൃതാ ഭർത്രാ ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം. തത്ര ഏകാ, എന്നാൽ അവിടെ ഒരുവൾ, ഈ വിപ്രപത്നിമാരില് ഒരുവളെ ഭർത്ര വിധൃത, ഭർത്താവിനാൽ, വിധൃത വിശേഷേണ ധൃത,
പിടിച്ചു വെക്കപ്പെട്ടു. ഈ ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോ ഒരുവളെ മാത്രം പോകാൻ അയക്കാതെ അയാളുടെ ഭർത്താവ്, ആ സ്ത്രീയുടെ ഭർത്താവ് മുറുക്ക പിടിച്ച് നിർത്തി, വീട്ടിനകത്ത് ബന്ധിച്ചു. അതാണ് ഭർത്താവിധൃത ഏക. ആ ദേവി എന്ത് ചെയ്തു? ഭഗവന്തം യഥാശ്രുതം ഹൃദാ ഉപഗുഹ്യ. യഥാശ്രുതം താൻ ഭഗവാനെ കുറിച്ച് ഇതുവരെ കേട്ടതൊക്കെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാനെ ചിന്തിച്ച് യഥാശ്രുതം ഭഗവന്തം ഹൃദാ ഉപഗുഹ്യ, ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്ത് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേഹം വിജഹൗ, ദേഹത്തെ ഉപേക്ഷിച്ചു. എന്താണ് ഈ ദേഹം? കർമാനുബന്ധനം, കർമ്മത്തെ അനുസരിച്ചുണ്ടായതാണ് ഈ ദേഹം. എന്ന് വെച്ചാൽ അവളുടെ കർമ്മം അവസാനിച്ചു, അവളുടെ സർവകർമ്മങ്ങളും അവസാനിച്ചു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന് ഉപനിഷത്ത് പറയുന്ന ആ തലത്തിലേക്ക് അവൾ എത്തി. ആ ഭഗവാനെ ഉള്ളിൽ സാക്ഷാത്കരിച്ച് ആലിംഗനം ചെയ്ത് ഭക്തി പരവശയായി അവളുടെ കർമ്മം കൊണ്ട് നിർമ്മിതമായ ശരീരം ദേഹമെടുത്തത് കർമ്മമൂലമായിട്ടാണ്, കർമ്മവാസനകൾ മൂലമായിട്ടാണ്. എല്ലാ കർമ്മബീജങ്ങളും നശിച്ചവളായി, ഇനിയും ഈ കർമ്മം ബാക്കിയില്ലാത്തവളായി, പ്രാരബ്ധം പോലും ഒടുങ്ങിയവളായി, ആഗാമി സഞ്ചിതങ്ങളെല്ലാം നശിച്ചവളായി അവള് പരിപൂർണമായി ഭഗവാനെ പ്രാപിച്ചു. കാരണം അവസാനം ദേഹം വെടിയുമ്പോൾ ആരെ ചിന്തിക്കുന്നുവോ, എന്തിനെ ചിന്തിക്കുന്നുവോ അവിടെ ചെന്ന് ചേരും. യം യം വാ വിസ്മരൻ ദേഹം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഗീതയിൽ 8-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം. ഏതേത് ഭാവങ്ങളെ സ്മരിച്ചുകൊണ്ട് അന്തേ കളേബരം ത്യജതി, അവസാനം ശരീരം ഉപേക്ഷിക്കുന്നുവോ, തം തമേവ ഏതി കൗന്ദേയ, ഏതേത് ഭാവങ്ങളെ ധ്യാനിക്കുന്നു അതാത് ഭാവങ്ങളെ പ്രാപിക്കുന്നു. അപ്പൊ യദ്ഭാവഃ തദ്ഭവതി അന്തേ യാമതി സാഗതി. അവസാനം എന്താണോ ചിന്തിക്കുന്നത് അതായി പ്രാപിക്കുന്നു. സദാ തദ്ഭാവഭാവിതഃ, എപ്പോഴും അതിനെ തന്നെ, ആ ഭാവത്തെ തന്നെ ഭാവിച്ചതുകൊണ്ട് ആ ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞപ്പോൾ അവൾ ഭഗവത് പ്രാപ്തി നേടി. അവളുടെ എല്ലാ കർമ്മങ്ങളും നശിച്ചു, അവൾ മുക്തയായി. ഈ ഒരു രംഗം ഇവർ പോയ ശേഷമാണ് ബാക്കിയുള്ള ബ്രാഹ്മണരൊക്കെ കാണുന്നതും അറിയുന്നതും. ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു സ്ത്രീയെ ഒരു ഭർത്താവ് തടഞ്ഞതും അവള് ഭഗവാനെ വിളിച്ചുകൊണ്ട്, ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ മുറുക്ക പുണർന്നുകൊണ്ട് അവള് ദേഹം വെടിഞ്ഞു. ഇത് ആ എന്താ പറയുക, അവിടെയുള്ള പുരുഷന്മാർക്കൊക്കെ വലിയൊരു ഷോക്കായി മാറി, അവർക്ക് കിട്ടിയ ഒരു അടിയായി മാറി. ഇനി ബാക്കിയുള്ള സ്ത്രീകളെയും നമ്മൾ ഇതുപോലെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ അവരുടെയും അവസ്ഥ ഇത് തന്നെ ആവില്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചു. അപ്പൊ അവർക്ക് എത്ര ദൃഢമായിട്ടുള്ള ഭക്തിയാണ് ഈ ഭഗവാന്റെ നേരെ ഉള്ളത് എന്ന് അവർ ചിന്തിച്ചു. അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ ഒരു സ്ത്രീയുടെ ദേഹത്യാഗം സംഭവിച്ചു. തത്രൈകാ വിദ്രുതാ ഭർത്രാ ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം ഭഗവാനപി ഗോവിന്ദഃ തേനൈവാന്യേന ഗോപകാൻ ചതുർവിധേനാശയിത്വാ സ്വയം ച ബുഭുജേ പ്രഭുഃ. ഭഗവാനപി ഗോവിന്ദഃ തേനൈവാന്യേന ഗോപകാൻ ചതുർവിധേനാശയിത്വാ സ്വയം ച ബുഭുജേ പ്രഭുഃ. ആ ഭഗവാൻ ഗോവിന്ദഃ അപി, ഗോക്കളെ രക്ഷിക്കുന്നവനായ ഭഗവാനാകട്ടെ എന്താ ചെയ്തത്? തേന ഏവ അന്നേന, ആ അമ്മമാർ കൊണ്ടുകൊടുത്ത ആ അന്നങ്ങളെ കൊണ്ട് ചതുർവിധേന എന്ന് പറയുന്നുണ്ട്. ആ അന്നം ചതുർവിധങ്ങളിലുണ്ട് അല്ലെ? ഖാദ്യം, പേയം, ലേഹ്യം, ശോഷ്യം ഇത്യാദി പ്രകാരത്തില് ഉള്ളതിനെ തേന അന്നേന ഏവ ഗോപകാൻ ആശയിത്വ, ആ കൂടെയുള്ള ഗോപകുമാരന്മാരെയൊക്കെ അശിപ്പിച്ചുകൊണ്ട്, അവരെയും ഭുജിപ്പിച്ചുകൊണ്ട്, അപ്പൊ അവർക്കും കൊടുത്തിട്ട്
ഭഗവാൻ എന്ത് ചെയ്തു? പ്രഭു സ്വയം ച ബുഭുജേ. പ്രഭുവായ ഭഗവാൻ സ്വയം അതിനെ ഭുജിച്ചു. അപ്പൊ ഈ യജ്ഞപത്നിമാർ പ്രേമപൂർവം കൊണ്ടു കൊടുത്തതാണ്. ഭക്ത്യുപഹൃതം അല്ലേ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ഭക്തിപൂർവം എന്തുപഹാരം ചെയ്താലും എത്ര നിസ്സാര വസ്തുക്കളും ഭുജിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ പിന്നെ ഇത്രയും ചതുർവിധങ്ങളായ ബഹുവിധങ്ങളായ രസങ്ങളോടുകൂടിയ അന്നം ഇവർ കൊണ്ടു കൊടുത്താൽ ഭഗവാൻ ഭുജിക്കാതിരിക്കുമോ? അവരുടെ പ്രേമത്തെ അനുഭവിക്കാതിരിക്കുമോ? അങ്ങനെ കൂട്ടുകാർക്കും പങ്കിട്ടുകൊടുത്ത് ഭഗവാനും അന്നം ഭുജിച്ചു. ഏവം ലീലാ നരവഭുഃ നൃലോകം അനുശീലയന് രേമേ ഗോപഗോപീനാം രമയൻ രൂപവാകൃതൈഃ. ഏവം ലീലാ നരവഭുഃ നൃലോകമനുശീലയൻ രേമേ ഗോപഗോപീനാം രമയൻ രൂപവാകൃതൈഃ. ഏവം ഇപ്രകാരം ലീലാ നരവഭുഃ, ലീലയ്ക്കായിട്ട് നരവഭു എടുത്തിരിക്കുകയാണ്. പല നാടകങ്ങൾ കളിക്കാൻ വേണ്ടി സ്വീകരിച്ച ഒരു വേഷമാണ് ഭഗവാന്റെ ഈ മനുഷ്യ ശരീരം. അത് പാരമാർത്ഥികമല്ല അല്ലേ? അതാണ് ഇപ്പൊ ഭഗവാൻ ഇതിലൂടെ കാണിച്ചത്. നിങ്ങൾ പാരമാർത്ഥികമായ ആത്മതത്വത്തെ ആശ്രയിക്കൂ, ഈ ദേഹത്തെ അല്ല ആശ്രയിക്കേണ്ടത്. ഇതിപ്പോ ഞാനൊരു ലീലയ്ക്ക് വേണ്ടി എടുത്തതാണ്, ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എടുത്തതാണ്, നിങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയും നിങ്ങളെ എന്നിലേക്ക് ആദ്യം ആകർഷിച്ച് പിന്നെ എൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട്, എൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പരമഭാവത്തിലേക്ക് കടത്തിവിടാനായിക്കൊണ്ട്. ഇതൊരു ഉപാധിയാണ്. ഈ ബ്രിഡ്ജിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാൻ, ഈ വാഹനത്തിലൂടെ വേണം അപ്പുറത്തേക്ക് കടക്കാൻ. സഗുണത്തിലൂടെ നിർഗുണത്തിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ്. സഗുണം ഏറ്റവും വലിയ സഹായകമായിട്ടൊരു കപ്പലാണ് വലിയ സാഗരം കടക്കാൻ. അപ്പൊ അത് കടത്തിക്കഴിഞ്ഞാൽ പിന്നെ കപ്പലിന്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ അപ്പുറത്തേക്ക് ഓരോരുത്തരെയും കടത്തിവിടുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ ഏവം ലീലാ നരവഭുഃ നൃലോകം അനുശീലയൻ, നൃലോകം നരലോകത്തെ മനുഷ്യലോകത്തെ അനുശീലയൻ അനുസരിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ പതിവ്രതകളായ സ്ത്രീകളോട് പതിവ്രതാ ധർമ്മം ഉപദേശിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാരെ ചെന്ന് സേവിക്കുവിൻ, നിങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കുവിൻ എന്ന് പറഞ്ഞത് നൃലോകം അനുശീലയൻ, മനുഷ്യലോകത്തിന് പാഠം പഠിപ്പിച്ചുകൊണ്ട്. രൂപവാകൃതൈഃ, തന്റെ രൂപം കൊണ്ടും വാക്കുകൊണ്ടും കൃതങ്ങളെ കൊണ്ടും, രൂപം ശരീരം, വാക്ക് കൃതം കർമ്മം, കായേന വാച കർമ്മണ, അതാണ് രൂപവാകൃതൈഃ. രൂപം രൂപേണ കായേന, വാക് വാച കൃതം കർമ്മണ. കായേന വാച കർമ്മണ ഭഗവാൻ എന്ത് ചെയ്തു? ഗോപീനാം രമയൻ, ഗോക്കളെയും ഗോപന്മാരെയും ഗോപികമാരെയും എല്ലാവരെയും രമിപ്പിച്ചുകൊണ്ട് രേമേ, സ്വയം രേമേ, താനും രമിച്ചു. എല്ലാവരെയും രമിപ്പിക്കുകയും സ്വയം രമിക്കുകയും ചെയ്തു ഭഗവാൻ. നമ്മളോടും പറയണം, നിങ്ങൾക്കും ജീവിതം ഇങ്ങനെയാവാം. നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെയൊക്കെ നിങ്ങൾ രമിപ്പിക്കുവിൻ, സന്തോഷിപ്പിക്കുവിൻ, നിങ്ങളും സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ. ജീവിതം സങ്കടപ്പെടാനുള്ളതല്ല. ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. നഷ്ടങ്ങൾ അവശ്യമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ, ജനിച്ചവർക്കൊക്കെ മരണമുറപ്പാണ്, ഉണ്ടായതിനെല്ലാം നാശമുറപ്പാണ്, വന്നു ചേർന്നതിനെല്ലാം അകന്നുപോക്ക് ഉറപ്പാണ്, ഉണ്ടായതെല്ലാം നശിക്കുന്നതാണ്. ഈ സത്യത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ദുഃഖങ്ങൾ വലിയ ആഴമുള്ളതായിരിക്കില്ല. തൽക്കാലം നഷ്ടം തോന്നും, പക്ഷെ വേഗം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ആ കുഴിയിൽ തന്നെ കിടക്കുകയില്ല.
വേഗം കരകയറിപ്പോരാ, ആനന്ദമായി കഴിയാം. പിന്നെ എല്ലാറ്റിൻ്റെയും അനിത്യത്വം ബോധ്യപ്പെട്ട് എല്ലാം തമ്മിലുള്ള ഐക്യത്തെയും ബോധ്യപ്പെട്ട് അനിത്യമായതിനെ കെട്ടിപ്പിടിക്കാതിരിക്കുകയും നിത്യമായതിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുക. എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപം ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് നമ്മുടെ തന്നെ ആത്മാവാണ്, സ്നേഹിക്കാൻ യോഗ്യരാണ്, സ്നേഹിക്കേണ്ടതാണ്. ദേഹങ്ങളെല്ലാം നശ്വരമാണ്, അതിനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിനെ കെട്ടിപ്പിടിച്ചാൽ സങ്കടം ഉണ്ടാകും, ദുഃഖമുണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ട് ദേഹാതീതരാവാൻ ശ്രമിക്കൂ, ആത്മതത്വത്തെ അനുസന്ധാനം ചെയ്യൂ. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. അപ്പൊ ഇങ്ങനെ രമിക്കുക എല്ലാവരും. ഇത് ഭഗവാൻ കാണിച്ചു തരികയാണ്. ഇനി കഥ, വിപ്രപത്നിമാർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭർത്താക്കന്മാർക്ക് ഏത് ഭാവമാണ് ഉണ്ടായത്, അവരെന്തൊക്കെയാ പശ്ചാത്താപം ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ്. അത് വളരെ പ്രധാനമാണ്. അത് നമുക്ക് വൈകുന്നേരം കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭദിനം.